ഇപ്പോൾ നമ്മൾ 47-ാമത്തെ ശ്ലോകത്തിൽ പദ്യത്തിൽ വന്ന് നിൽക്കുകയാണ്. ഇതിന് മുമ്പ് കണ്ട കാര്യം ഇതാണ്. ഈ ജ്ഞാനികളിൽ തന്നെ മുമ്പുണ്ടായിരുന്ന പഴയ ജ്ഞാനികളായിരിക്കുന്ന വാദരായണൻ തുടങ്ങിയവർക്ക് സിദ്ധി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴത്തെ ജ്ഞാനികൾക്ക് സിദ്ധിയൊന്നും കാണുന്നില്ലല്ലോ സ്വാമി എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാമി ഇതിന് മറുപടി പറഞ്ഞു. ഇതിൻ്റെ കാരണം പറഞ്ഞ ഇതാണ്. അവർ പൂർവ്വജന്മങ്ങളിൽ സിദ്ധിക്കായിട്ടും പ്രവർത്തിച്ചു, അതുപോലെ ജ്ഞാനത്തിന് വേണ്ടിയും പ്രവർത്തിച്ചു. സിദ്ധിക്ക് ചെയ്യുന്നതാണ് കാമ്യതപം. കാമ്യ തപസ്സും ചെയ്തു, നിഷ്കാമ്യ തപസ്സും ചെയ്തു. കാമ്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന തപസ്സിനെയാണ് കാമ്യ തപം. മനസ്സിന്റെ ഏകാഗ്ര രൂപമായിട്ടിരിക്കുന്നതിന് നിഷ്കാമ്യ തപസ് എന്ന് പറയും. മനസ്സിന്റെ ഏകാഗ്ര രൂപത്തെയാണ് തപസ് എന്ന് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു വക വൃത്തികളും വരാൻ പാടില്ല. അതിൽ വേണമെന്ന് പറഞ്ഞാൽ ഒരു ഇച്ഛയാണ്, ഒരു ആഗ്രഹമാണ്, അത് ഒരു വൃത്തിയാണ്. എല്ലാ വൃത്തികളും നിരോധിച്ച് വൃത്തിശൂന്യമായ ഒരു നില, അല്ലെങ്കിൽ ഒരു ഏകവൃത്തി, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ഒരു വൃത്തി. ആ ഒരു വൃത്തിയിൽ ഇതിനെ സ്ഥാപനം ചെയ്ത് എത്ര സമയം നിൽക്കുമോ അതാണ് നമ്മളുടെ തപസ് എന്ന് പറയുന്നത്. അതാണ് ധ്യാനം. നമ്മളിപ്പോൾ ഇവിടെ തപസ് എന്ന് പറയില്ലെന്നേ ഉള്ളൂ. ഇതാണ് ധ്യാനം. ഈ ധ്യാനം അനുഷ്ഠിച്ച് വന്നാൽ ഒരു പറയുന്നു ആദ്യകാലങ്ങളിൽ കുറച്ച് കുഴപ്പങ്ങൾ വരും. കാരണം മറ്റതൊക്കെ വന്ന് തള്ളിക്കയറും. വീണ്ടും 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 പശുമാട് ദൃഷ്ടാന്തം പോലെ എന്നാണ് പറയുന്നത്. പശുമാട് ദൃഷ്ടാന്തം എന്ന് വേറെ ഒന്നുമില്ല വേദത്തിൽ. ഒരു പശുവിനെ നമ്മൾ അഴിച്ചു വിടുകയാണെങ്കിൽ, ഒരു എരുത്തിലേക്ക് കെട്ടിക്കുന്ന ഒരു പശുവിനെ അഴിച്ചു വിട്ടാൽ ഈ പശു തൊട്ടടുത്ത് പുല്ലിട്ട് കൊടുത്താലും അത് തുള്ളിച്ചാടി അങ്ങ് ദൂരെ പോയി. അത് അവൻ്റെ ഒരു ട്രെൻഡാണ്. ഇതുപോലെ അപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും 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 ഈ പശുവിനെ നല്ല പുല്ല് മുമ്പേ ഇട്ട് കൊടുത്ത് അഴിച്ചു വിടണം. അങ്ങനെ വിട്ട് വരുമ്പോൾ പിന്നെ പശു ഈ മുമ്പിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ പുല്ലിനെ കണ്ടുകൊണ്ട് പിന്നെ മുമ്പ് പോവില്ലത്. പതുക്കെ അങ്ങനെ സംഭവിക്കും. മനസ്സിനെ പശുവിൻ്റെ കൂടെയാണ് ഉപയോഗിച്ചത്. പശുവിനെ പോലെയാണത്. കാരണം അതിൻ്റെ തൊട്ടടുത്തുള്ളത് അത് വേണ്ടെന്ന് വെച്ച് ദൂരെ പോകാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും നമ്മളുണ്ട് എല്ലാവരും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ പശുപാട് ദൃഷ്ടാന്തം പോലെ പതുക്കെ അവിടെ പച്ചപ്പുല്ലെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗുരു പറഞ്ഞ വേദവാക്യമാണ്. അതാണ് അഹം ബ്രഹ്മാസ്മി. ഈ അഹം എന്നുള്ള ശബ്ദത്തിന്റെ ലക്ഷ്യാർത്ഥമായിരിക്കുന്ന അത് ബ്രഹ്മമാണ്. അഹം ശബ്ദത്തിന്റെ വാച്യാർത്ഥമാണ് ഈ ദേഹാദികളല്ല. അതിന്റെ വാച്യാർത്ഥമാണ് അഹത്തിന്റെ. അതിന്റെ ലക്ഷ്യമായിരിക്കുന്നത് ആത്മാവാണ്. അതാണ് യഥാർത്ഥത്തിൽ ഞാനെന്ന് പറയും. അപ്പൊ ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ ഒരു വാക്യത്തിൽ പിടിച്ചുകൊണ്ട് അതിൻ്റെ മാധുര്യം അനുഭവിക്കാൻ തയ്യാറെടുത്ത് മനസ്സിനെ നിലനിർത്തുന്നതിനെയാണ് പറയുന്നത്. അതൊരു മാധുര്യമാണ്. അതിൻ്റെ ഒരു മാധുര്യം, അതാണ് ആനന്ദം. ആനന്ദത്തിൽ മുങ്ങി നിൽക്കുന്നതാണ്. ചിന്മയ സ്വാമികളൊക്കെ പറഞ്ഞു കേട്ട ഇതാണ്. അത് അവരൊക്കെ ഈ ധ്യാനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ആനന്ദത്തിൽ കുളിച്ചു വന്നിരിക്കും. എന്നുവെച്ചാൽ അങ്ങനെയാണ്. മനസ്സ് സൂക്ഷ്മപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു അരക്കണം മനസ്സ് ചുമ്മാ സൂക്ഷ്മപ്പെട്ടാൽ അവർ പറയുന്നു പരമാനന്ദം പൊട്ടിപ്പുറപ്പെടും. ആനന്ദ പ്രളയക്കടലായിട്ട് അവരിരിക്കും എത്രയോ സമയം. പിന്നീട് അഴിഞ്ഞു പോകും. കാരണം ഈ ലോകത്തിലെ കാര്യം അങ്ങനെയാണ്. ഈ ലോക വിഷയങ്ങളെന്ന് പറയുന്നത് തൻ്റെ യഥാർത്ഥ അനുഭവത്തെ എപ്പോഴും മറച്ചു കളയുന്ന വിധത്തിലാണ് നിൽക്കുന്നത്. അത് ലോകം സത്യമെന്ന് വന്നാൽ ഉടനെ തന്നെ മനോവൃത്തികൾ കൂമ്പാരമായിട്ട് എഴുതിക്കാൻ തുടങ്ങും. രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മാത്സര്യം, ഇങ്ങനെയുള്ള വൃത്തികൾ ഇതിൽ ആവിർഭവിക്കാൻ തുടങ്ങും. ഇതാണ് മറ്റതിനെ മറച്ചു കളയുന്നത്. ഏതിനെ? അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ അനുഭൂതി അതിനെ മറച്ചു കളയും. ഇപ്പൊ ഈ രൂപത്തിൽ അവർ പറയുന്നു നിരന്തരമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തു പോകുന്ന ഒരാൾക്ക് ഈ മനസ്സ് സൂക്ഷ്മപ്പെട്ട് ഇങ്ങനെ തന്നെ നിൽക്കും. അതിന്റെ സമാധിയിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യും. പിന്നീട് സമാധി ദർശിച്ചവർക്കാണ് വേദത്തിന്റെ ലക്ഷ്യാർത്ഥം ബോധിക്കാൻ സാധിക്കുന്നത്. അതുവരേക്കും നമ്മളൊരു ഐഡിയ, ഒരു ഉദ്ദേശമാണ് നമ്മളെല്ലാവരും പിടിച്ചു വെച്ചിരിക്കുന്നത്. അതല്ല ഇതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ചിന്മയ സ്വാമികളെ പോലുള്ളവർ പറയുന്നത് ആനന്ദാനുഭൂതി തന്നെ, പരമാനന്ദത്തിൽ വന്ന് വീഴുന്നത് തന്നെ അതിൻ്റെ അർത്ഥം.
ഒരു കസത്ത ദേഹത്തിലേക്കിലും ആനന്ദക്കടൽ വടിവാമേ. വശത്തിൽ ഉന്മനന്തിന്റെ ചിന്മാത്തിര വടിവമായിടിൽ മൈന്ദ, കസത്ത ദേഹത്തിരിക്കലും ആനന്ദക്കടൽ വടിവാമേ. ശ്രുതി അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. കസത്ത ദേഹം എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് രോഗങ്ങളാണ്, പലതരത്തിൽ. അവിടെ വേറെ ഇവിടെ വേറെ, സന്ധിവേദന, ഡയബറ്റിക്സ്, ഇതെല്ലാം പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഈ ശരീരമാണെങ്കിലും ഇതാണ് കസത്ത ദേഹം. അങ്ങനെ അതിലിരിക്കുകയാണെങ്കിലും അവർ പറയുന്നു ഈ ആനന്ദക്കടൽ വടിവായിട്ട് മാറിപ്പോകും ഇയാൾ. ഇതാണ് അത്ഭുതകരമായ അനുഭവം ഇതിൽ വരണം. അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇങ്ങനെയല്ല എല്ലാവരുടെ ശരീരം ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ശരീരം വെച്ചാൽ ശീര്യതേ ഇത് ശരീര, ദഹ്യതേ ഇത് ദേഹ. ദഹിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ദേഹം എന്ന് പറയുന്നത്. ദഹിക്കുന്ന 3 താപത്രയ ദുഃഖങ്ങളാൽ തപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേഹം. 3 താപത്രയം ഏതൊക്കെയാണ്? ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം. ഈ 3 താപത്രയങ്ങളിൽ അകപ്പെട്ട് നമ്മളെല്ലാവരും തപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ഉദ്ദേശിക്കുന്നത് ഈ ശരീരത്തെയാണ്. ശരീരം തപിച്ചുകൊണ്ട് ഇതിൽ നിന്ന് മാറാൻ ആർക്ക് സാധിച്ചിട്ടില്ല, സാധിക്കുകയില്ല. അത് ജ്ഞാനിയാണെങ്കിലും അജ്ഞാനിയാണെങ്കിലും അതൊക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇവരുടെ ആ തപസ്സിന്റെ ശക്തി കൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ കസത്ത ദേഹത്തിൽ ആനന്ദ കടലോട് ബാക്കി മാറ്റിക്കളയും. അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പോഴ രോഗികൾക്ക് തന്നെ നമുക്ക് നിസ്സാരമായിട്ട് നോക്കാം. സുഷുപ്തി പ്രവേശിച്ച രോഗിയല്ല. ഇവർ പറയുന്നത് ആണല്ല, പെണ്ണല്ല, വ്യക്തിത്വം പൂർണ്ണമായി ഇല്ലാതായിപ്പോയി. എവിടെ? സുഷുപ്തി. കേവലം സുഷുപ്തി പോലും ഈ തരത്തിലാണ് അനുഭവമെങ്കിൽ സമാധി അനുഭവം എങ്ങനെ ഇരിക്കും? സമാധി സുഷുപ്തിയായിട്ടുള്ള വ്യത്യാസം എന്താണ്? അതാണ് ആദ്യം നോക്കാനുള്ളത്. സുഷുപ്തിയില് അറിവില്ലാതെയാണ്, ഒരു ഞാനൊന്നും അറിയുന്നില്ല എന്ന രൂപത്തിലാണ് ഈ അനുഭവം അതിൽ പ്രകാശിച്ചത്. ഒന്നും അറിയുന്നില്ല, പക്ഷെ സുഖമായിരുന്നു. ഇതെല്ലാവരുടെയും സുഷുപ്തി അനുഭവമാണ്. ഇത് സമാധി അനുഭവം അങ്ങനെയല്ല. ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ആത്മാവായി താൻ ഒന്നും ചെയ്യുന്നില്ല, താൻ നിഷ്ക്രിയനാണ്. വേദവും അതാണ് പറഞ്ഞത്. നീ നിഷ്ക്രിയനാണ്, നീ അകർത്താവാണ്, നീ അഭോക്താവാണ്, നീ ആനന്ദ പ്രളയ സമുദ്രമാണ്. ഇങ്ങനെയൊക്കെയാണ് വേദവും നമ്മൾ ഈ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം. അതായത് കസത്ത ദേഹത്തിരിക്കലും ആനന്ദക്കടൽ വഴിവാമേ. ആ അനുഭവം ഇവിടെ ഈ പറഞ്ഞില്ലേ, കോശങ്ങൾ വിട്ട് തന്റെ ഉള്ളിൽ പ്രവേശിച്ചതാണ് ജീവൻ. ഇപ്പോൾ സ്വാമി പറയണത് എങ്ങനെയാണ്? ഈ തൊലിപ്പുറത്തിരിക്കുമ്പോഴാണ് ഈ ലോകം നമുക്ക് തോന്നുന്നത് എന്നാണ് പറഞ്ഞത്. ജീവൻ ഈ തൊലിപ്പുറത്തിരിക്കുമ്പോഴാണ്. കുറച്ചുള്ളിലായി കഴിഞ്ഞാൽ ഈ ദേഹത്തെ തോന്നും, ദേഹത്തിന്റെ എല്ലാം നമുക്ക് തോന്നും. അതിനുള്ളിലായി കഴിഞ്ഞാൽ അങ്ങനെ ഓരോന്നിന്റെ ഉള്ളിൽ വരുമ്പോൾ അതിന്റെ പുറമുള്ളത് പ്രകാശിക്കും. ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മൾ ആനന്ദ പ്രളയ കടൽ എന്ന് പറയുന്നത് ആ ബ്രഹ്മസ്വരൂപമായിട്ടിരിക്കുമ്പം ഇതെല്ലാം അതിൽ കേവലം ദൃശ്യമായിട്ട് ഇരിക്കും. ഒന്നിനും ഒരു പ്രസക്തിയും ഇല്ല. ഈ രൂപത്തിലാണ് അതിലായി പോകുന്നത്. ഇല്ലാതെ പോകുന്നില്ല, പക്ഷെ അറ്റാച്ച്മെന്റ് ഇല്ല, ഒന്നുമായിട്ട് ഒരു കെട്ടില്ല. ഇത് അനുഭവിച്ചറിയാനുള്ള അതീവ രഹസ്യങ്ങളായിട്ടാണ് പലതും ഇരിക്കുന്നത്. പറഞ്ഞു കൊടുക്കാനും അങ്ങനെയൊന്നും പറ്റുന്നതല്ലോ എല്ലാം. തന്നിൽ ഉദാഹരിച്ച് ഈ വേദത്തെ പഴകി വന്നാൽ അതിൻ്റെ ഫലമായിട്ട് ഇതെല്ലാം അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ്, മുക്തന്മാരിലെ തന്നെ ഈ അഷ്ടൈശ്വര സിദ്ധികളുള്ള മുക്തന്മാർ പണ്ടുണ്ടായിരുന്നു, ജ്ഞാനികളുണ്ടായിരുന്നു. പക്ഷെ ആ രൂപത്തിൽ ഇപ്പോൾ കാണാത്തതിൻ്റെ കാരണം ചോദിച്ചിട്ട് ശിഷ്യന്റെ സംശയം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഇവർ ജ്ഞാനികളല്ലേ? ഇവർ ജ്ഞാനികളെന്ന് പറയുന്നുള്ളതല്ലാതെ ഇവർക്ക് പ്രത്യേകിച്ചൊരു ഇത് കാണുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. ഇത് ഈ സിദ്ധി ജ്ഞാനികൾക്ക് വരണമെന്നില്ല. ഇനി പോട്ടെ, ജ്ഞാനികൾ ഈ സിദ്ധികളെ ആഗ്രഹിക്കുന്നുമില്ല. ഒരിക്കൽ ഒരു നമസ്കാര സ്വാമി ഉണ്ടായിരുന്നു, ആരോ പറഞ്ഞ് കേട്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രകൃതം ഇതായിരുന്നു, ആരെ കണ്ടാലും നമസ്കരിക്കും, ആരെ കണ്ടാലും, ഒരു പട്ടിയെ കണ്ടാലും നമസ്കരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ശവം
മരണപ്പെട്ട ഒരാളുടെ ശവം എടുത്തുകൊണ്ട് ഒരു ജാഥ വരുന്നു. ആ മരണപ്പെട്ട ആളുടെ ശവത്തിന് ഇയാൾ നമസ്കരിച്ചുകൊണ്ട് ആ ശവം എണീറ്റ് നടക്കാം. സിദ്ധിയായി ഏത് കാര്യവും നമ്മൾ ചെയ്തൊരു പരിധി കഴിഞ്ഞാൽ സിദ്ധിയായി. ഒരു വാക്കുപോലും അതിൻ്റെതായ രൂപത്തിൽ പ്രയോഗിച്ച സിദ്ധിയാവും. അപ്പൊ സിദ്ധി എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരമായ പ്രയത്നം ചെയ്ത് വരുമ്പോൾ അതൊരു സിദ്ധിയായിട്ട് മാറുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവിനടുത്ത് അദ്ദേഹം എത്തിപ്പെട്ടപ്പോൾ ഗുരു പറഞ്ഞു, നീ ശരീരം വിട്ടുകളയായിരുന്നു, ഇനി നീ ജീവിച്ചിരിക്കണ്ട, നീ ഈ ശരീരത്തിൽ ഇനി നീ ജീവിക്കേണ്ട. എന്താണ് കാരണം? ശവത്തിന്റെ കൂമ്പാരമായിരിക്കും അയാളുടെ വീട്ടിൽ ദിവസേന രാവിലെ അല്ലേ? ഒരു ശവം, മരണപ്പെട്ട ഒരു ശവത്തിന് അയാൾ ഒന്ന് നമസ്കരിച്ച് ഉടനെ അയാൾ അതഴിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരെങ്കിലും അയാളെ വിടൂ? പിന്നീട് അദ്ദേഹത്തിന് ഈ ബ്രഹ്മാകാര വൃത്തി പഴകാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് സിദ്ധി എന്ന് പറഞ്ഞാൽ ഇതിന് തികച്ചും വിരോധം എന്നാണ് പറയുന്നത്. ഏത് ഈ സിദ്ധികൾ ബ്രഹ്മാകാര വൃത്തി പഴകുന്നതിന്റെ വേറെ ശത്രുവാണിത്. ഇത് കണ്ടിട്ടാണ് ഇതൊക്കെ വന്ന് പൂർവ്വജന്മത്തിൽ പഴകിയ സിദ്ധികളുള്ള മഹത്തുക്കൾ പോലും ഇതിനെ ഉയ്യോ ഭഗവാനെ ഇത് വലിയ തലവേദനയായല്ലോ എന്ന് കരുതി പോകുന്നവരുണ്ട്. വലിയ കഷ്ടമായിപ്പോയി. ഇങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ ആളുകൾ ഭ്രമിക്കുകയും ആളുകൾ ഇവരെ പുകഴ്ത്തുകയും ഇവരെ എപ്പോഴും ഇവരെ ജീവിതത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ നോക്കുകയൊക്കെ ചെയ്യും. ഇവർക്ക് അതാണോ ആവശ്യം? അവർ അറിഞ്ഞു ഈ ശരീരത്തില് അതിന്റെ പറഞ്ഞില്ലേ അഹം എന്നുള്ള ശബ്ദം, ആ ശബ്ദത്തിന്റെ ലക്ഷ്യാർത്ഥമായിട്ട് ആത്മാവ് പ്രകാശിക്കുന്നു. ആ ലക്ഷ്യാർത്ഥമായി ഇരുന്ന് പ്രകാശിച്ച ആത്മാവിനെ ഗുരു വേദാന്ത ശാസ്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സാക്ഷാത്കരിക്കാൻ സാധിച്ചു അയാൾക്ക്. അതിനുശേഷം ഈ വരുന്ന സിദ്ധികളെല്ലാം അദ്ദേഹത്തിന് ഭയങ്കര ഉപദ്രവമായി മാറി. വേറൊരു സ്വാമി പറയുന്നു, ഇതെല്ലാം കേവലം വിനോദമാത്രം തരും, മുക്തിയെ തരാതെ. മുക്തിയെ കൊടുക്കൂല, ഈ സിദ്ധികൾ മുക്തിയെ കൊടുക്കൂല. കാരണം മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞെടുക്കാം നമസ്കാര സ്വാമിക്ക് പറ്റിയ അവസ്ഥ അറിയും. ഇതുപോലെയുള്ള പേരും പുകഴും ഏതിനെതിരാണ്? ജ്ഞാനത്തിലേക്ക് വരുന്നതിന് എതിരാണ്. ആരും അറിയപ്പെടാതെ, സ്വാമി പറഞ്ഞിട്ടുള്ള അങ്ങനെ ആരാലും അറിയപ്പെടാതെ ഒരു മൂഢനെ പോലെയോ ഒരു 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 കഥയില്ലാത്തവനെ പോലെയോ കഴിഞ്ഞ് ഇത് സമ്പാദിച്ച് പോകണം. ഇതാണ് ഇതിൻ്റെ വഴി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വഴികൾ. അതിൻ്റെ യഥാർത്ഥ വഴി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലേ? എപ്പോഴും ശുദ്ധമായ വഴികളെ അറിഞ്ഞിരിക്കുന്നു. വേദവും അത് പറഞ്ഞിട്ടുണ്ട്. ഇത് ചെവി അറിയാൻ പാടില്ല. ഈവൻ തനിക്കൊരു അനുഭവം വന്നാൽ പോലും പറയരുതെന്നാണ് ഇവിടെ പറഞ്ഞില്ല. അതിലും വരും നമുക്ക് എതിരായിട്ടുള്ള നമുക്ക് വ്യവഹാരത്തെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിലും വരും. അതുകൊണ്ടാണ് അവർ പറഞ്ഞു വളരെയധികം നിർദ്ദേശങ്ങൾ അവർ തന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ആളുകൾ പ്രവർത്തിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാം ഗുരുവിൻ്റെതാണ്, ഈശ്വരൻ്റെതാണെന്നുള്ള ആ ഒരു നിശ്ചയം വിടാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൽ ദോഷവുമില്ല. ഇതെല്ലാം ആരെന്ത് പറഞ്ഞാലും അതെല്ലാം ഈശ്വരൻ്റെതാണ്, ഈശ്വര പ്രവർത്തനങ്ങളാണ്. നമുക്ക് നമ്മുടേതായ ഒന്നുമില്ല. ശ്രീനി എല്ലാം വ്യാസോച്ഛിഷ്ടമിതം സർവം. ഇതാണ് എൻ്റെ ഫൈനലാണത്. വ്യാസൻ പറയാത്ത ഒരു കാര്യവും ഒരുത്തർക്കും പറയാനില്ല ഈ ലോകത്തിൽ. കംപ്ലീറ്റ് പറഞ്ഞു വെച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ചൊന്നും ഒരുത്തർക്കും അവകാശപ്പെടാനൊന്നും ഈ ലോകത്തില്ല. ഇതാണ് പരമസത്യം. ഈ സത്യത്തെ അറിഞ്ഞുകൊണ്ട് ആ ഭഗവാനിൽ ദാസഭാവേന ഇതിൽ പ്രവർത്തിച്ച് സഞ്ചരിച്ച് വരുന്ന ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനം ഉണ്ടായിട്ട് കരുതി ഈശ്വരൻ്റെ അതീതമായൊന്നും അവർ പോകുന്നില്ല. അവർ വീണ്ടും അവരുടെ കൂടെ വരുന്ന ആളുകൾക്ക് വീണ്ടും ഇതിൻ്റെ മഹത്വത്തെ പറഞ്ഞു കൊടുക്കും. അതിലെ സ്വാമികളെ കണ്ടില്ലേ, ആ ഭാഗവതത്തെ വായിക്കാനും ഒരു ജ്ഞാനികളായിട്ട് പോയവരും പിന്നെയും പറഞ്ഞു കൊടുത്തു. അത് കർമ്മകാണ്ഡമാണ് ഈ ഭാഗവതം എന്നൊക്കെ പറയുന്നത്. ജ്ഞാനത്തിലേക്ക് അതിൻ്റെ അറ്റത്ത് ഒരു ശകലമേ ഉള്ളൂ. കർമ്മകാണ്ഡ ശ്രുതികളാണ്. എന്നാലും പറയുന്നു ഈ കർമ്മകാണ്ഡ ശ്രുതിയെ വിട്ടുകളഞ്ഞില്ല. ജ്ഞാനികളും വിട്ടുകളഞ്ഞില്ല. കാരണം പതുക്കെ ഇതിലൂടെയാണ് ഒരാൾക്ക് അതിൽ വരാൻ പറ്റുള്ളൂ.
അതിൻ്റെ പൂർവ്വമുള്ള കാര്യങ്ങൾ പറയാതെ അതിൻ്റെ ഒടുവിലത്തെ ജ്ഞാനം, അതായത് അങ്ങനെ ജനിച്ചിട്ടേ ഇല്ല, ആരും ജനിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാവും? യഥാർത്ഥത്തിൽ ആരും ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആർക്കെന്ത് മനസ്സിലാവും? അതാണ് സത്യം. പിന്നെ ഇതിൽ സ്വപ്നത്തിൽ കാണുന്നത് പോലെ നമ്മൾ ഒരു ദശയിൽ അകപ്പെട്ടിരിക്കുന്നത് പോലെ ഉള്ളൂ എല്ലാം. ഇത് ആദ്യം കയറി പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലാവും? അതുകൊണ്ട് ആ കർമ്മകാണ്ഡ ശ്രുതി എടുത്ത് പറഞ്ഞു, പതുക്കെ അതിൻ്റെ കഥകളും അതിൻ്റെ വിവേകങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും എല്ലാവരും അതിലും ആ കഥയ്ക്കകത്ത് വേറൊരു കഥ ചേർത്ത് ആണ് എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ജ്ഞാനത്തിലേക്ക് വരുന്ന പാകത്തിലല്ല അവർ മനസ്സിലാക്കുന്നത്, അതിന് വിരുദ്ധമായി മനസ്സിലാക്കും എല്ലാവരും. വാസനാഗത വയാർത്ഥം. അതുകൊണ്ടാണ് ഗുരുമുഖമായിട്ടല്ലാതെ ഈ പറയുന്ന ഈശ്വര കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ദോഷം വരും. ഗുരുമുഖാന്തരമായിരിക്കും. ഗുരു പറഞ്ഞു കൊടുക്കും. ഇതിൻ്റെ പറഞ്ഞില്ലേ, ലക്ഷ്യാർത്ഥവും വാച്യാർത്ഥവും. ഈ വാച്യാർത്ഥമെല്ലാം സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതിനകത്ത് ഓടുന്ന ലക്ഷ്യാർത്ഥത്തെയാണ് നമ്മൾ ആത്മസാക്ഷാത്കാരത്തിലേക്ക് പ്രയോഗിക്കുന്നത്. അതിനെപ്പറ്റി പിന്നീട് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ സ്വാമി പറഞ്ഞു, ഈ സിദ്ധി ജ്ഞാനത്തെ തരില്ല, സിദ്ധി വിനോദം മാത്രം തരും. സിദ്ധി എപ്പോഴും ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമാണ്. ഇതെല്ലാം മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. അടുത്തത്, യോഗജ്ഞാനമേ മുക്തിയെ തരുമെനിൽ ഒഴിந்த ചിത്തികൾ വേണ്ടി മോഹമായി ഉടൽ വരുത്തിനാർ ചിലർ മുക്തர்களേനെന്നാൽ ഭോഗമായി വരും പ്രാരബ്ധ കർമ്മങ്ങൾ പുഷിത്തന്റെ നശിത്തേകും ആകയാൽ അന്ത ചിത്തികൾ പിരാരബ്ധമാകുമെന്നും അറിവായ. പിന്നെ നല്ല മഹത്തുക്കൾക്ക് സിദ്ധിയുണ്ട്, പലരെയും നമുക്കറിയാം, എല്ലാവർക്കും സിദ്ധിയുണ്ട്. പക്ഷെ അത് അവർക്ക് ദോഷം ചെയ്തില്ല എന്ന് പറയുന്ന ഒരു സന്ദർഭം എങ്ങനെയാണ് ഇതിലിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയണ്, ജീവാത്മാ പരമാത്മാക്കളുടെ ഐക്യജ്ഞാനമാണ് മുക്തിയെ മോക്ഷത്തെ തരുമെന്ന് പറയുകയാണെങ്കിൽ മുക്തിയെ തരാത്ത ചിത്തികൾക്ക് വേണ്ടി സിദ്ധികളെ ആഗ്രഹിച്ചു മോഹമായി അത് അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി പരമശനായി ചില മുക്തന്മാർ, ചൂടാല മുതലായ ചില ജീവൻ മുക്തന്മാർ ഉടൽ വരുന്തിനാർ ഏനെന്താൽ മുക്തരായ ശേഷവും സിദ്ധി വന്നത് എന്തുകൊണ്ടാണെന്ന് ആണെങ്കിൽ പറയണു, ഭോഗമായി വരും പ്രാരബ്ധ കർമ്മങ്ങൾ, അനുഭവഭോഗമായി വരുന്ന പ്രാരബ്ധ കർമ്മങ്ങൾ പുഷിത്തൻ്റോ നശിത്തേകും, ഭുജിച്ചു തീർന്നാലല്ലയോ നശിച്ചു പോകുകയുള്ളൂ. ആകയാൽ അതുകൊണ്ട് അന്ധചിത്തികൾ മുമ്പേ ചൂടാല മുതലായവർ അടഞ്ഞ ആ സിദ്ധികൾ പ്രാരബ്ധമാകുമെന്നും അറിവായി. അവരുടെ പ്രാരബ്ധ കർമ്മമാണെന്ന് നീ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ചൂടാല തുടങ്ങിയവരെല്ലാം മുക്തി ഉണ്ടായതിന് ശേഷവും സിദ്ധി ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. ആര്? ഈ ശിഷ്യൻ ആരോപിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയണം, ഈ ചൂടാല മുതലായവർ ചെയ്ത സിദ്ധികൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അവരുടെ പ്രാരബ്ധമായിട്ട് വന്നതാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ പൂർവ്വജന്മത്തിൽ അവർ സിദ്ധിക്ക് വേണ്ടി പഴകി, എന്നുവെച്ചാൽ കാമ്യ തപസ് അനുഷ്ഠിച്ചു, അതിന്റെ ഫലമായി സിദ്ധി വന്നു ചേരും. വരുന്ന ജന്മത്തിൽ അത് അപൂർണമായതുമില്ല. വരുന്ന ജന്മത്തിൽ അവര് സിദ്ധി അനുഷ്ഠിച്ചില്ല. പക്ഷെ എന്താ പറയും, ആ തപസ്സിന്റെ പേര് നിഷ്കാമ്യ തപസ്. ഈ നിഷ്കാമ്യ തപസ് അനുഷ്ഠിച്ചു ജ്ഞാനം ഉണ്ടായി. ഈ ജ്ഞാനം ഉണ്ടായപ്പോൾ പിന്നെ എങ്ങനെയാണ് ചൂടാല മുതലായവർക്ക് ഈ സിദ്ധികൾ അവിടെ വന്നതെന്ന് ചോദിച്ചതിന് മറുപടി പറയുന്ന ഇതാണ്, അവര് പൂർവ്വജന്മത്തിൽ അനുഷ്ഠിച്ച ആ കാമ്യ തപസ്സിന്റെ ഫലമായി വന്ന് ആ പ്രാരബ്ധമായിട്ട് അനുഭവിക്കുന്നതായിട്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കാമ്യ തപസ്. നമ്മുടെ ലോകത്തെല്ലാവരും തപസ്സുകളാണ്. എന്തിനെങ്കിലും ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നതിന് തന്നെയാണ് തപസ് എന്ന് പറയുന്നത്. എന്തിനെങ്കിലും ആഗ്രഹിച്ചു എനിക്കത് വേണം എന്നുള്ള ഒരു രൂപത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടി പല രൂപത്തിൽ പ്രയത്നിക്കുന്നതെല്ലാം തപസ് തന്നെയാണ്. അതല്ലേ നമുക്ക് അടയുന്നത്, അല്ലേ? ജീവന്മാരടയുന്നത് അങ്ങനെയാണ്. എനിക്ക് എഞ്ചിനീയർ ആകണം എന്ന് വിചാരിച്ച് ഞാൻ ആ എഞ്ചിനീയറിങ്ങിൻ്റെ ആ ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇങ്ങനെ ചെയ്ത് പോകുന്നത് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു തപസ്സാണ്. എന്നാൽ ഇത്തരം തപസ്സുകൾക്കൊന്നും
സാക്ഷാത്കാര ജ്ഞാനത്തെ കൊടുക്കാനുള്ള ശക്തിയില്ല. ഇത്രയുള്ളൂ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിൽ ഒരു ഭാഗത്ത് ഒരിക്കൽ ഞങ്ങൾ വായിച്ചു, ഇതുപോലെ ഒരു ശാസ്ത്രം വായിച്ചപ്പോൾ സ്വാമി പറഞ്ഞു, നിങ്ങൾ തപസ്സെല്ലാം വിട്ടുകളയുക, തപസ്സുകളെല്ലാം വിട്ടുകളയുക. എല്ലാവർക്കും അതിശയമായിപ്പോയി, എന്ത് തപസ്സിൽ വിട്ടാൽ എങ്ങനെ പറ്റുമെന്ന്. അപ്പോഴാണ് ഇപ്പം ഇത് ക്ലബിൽ നിന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, തപസ്സെന്ന് വെച്ചാൽ എന്തിനെങ്കിലും ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, പാശുപതാസ്ത്രം ആഗ്രഹിച്ചുകൊണ്ട് അർജുനൻ തപസ് ചെയ്തു, ശിവനെ തപസ് ചെയ്തു. ശിവൻ പ്രത്യക്ഷമായി പാശുപതാസ്ത്രം കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തരും, നമ്മുടെ രാവണൻ പലതും ആഗ്രഹിച്ച് തപസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ആര്? ബ്രഹ്മാവൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ പ്രസാദിപ്പിച്ചാൽ അവരൊരു വരമായിട്ടൊന്ന് കൊടുത്തു. നീ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചു, നചികേതസിനോടും ചോദിച്ചു യമധർമ്മൻ. അപ്പം അവിടെ ചെന്നു, അദ്ദേഹത്തിന് 2 ദിവസം 3 ദിവസം അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അപ്പം അതിലൊരു വിഷമം ഉണ്ടായി. യമധർമ്മൻ ചോദിച്ചു, നീ ഒരു വരം ചോദിച്ചോളൂ. അപ്പോഴ് ആകെ കൺഫ്യൂഷനായി, എന്ത് വരമെന്ന് വെച്ചാൽ എന്താ എന്നൊക്കെയായി. കാരണം ഈശ്വരന്മാർക്ക് വരമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നത് ജ്ഞാനത്തെ ഒഴിച്ച് ബാക്കി എല്ലാം കൊടുക്കാൻ പറ്റും. ഒരാളിനെ ആയുസ് കൂട്ടി കൊടുക്കാം, ഒരാൾക്ക് ഐശ്വര്യാദികളെ കൂട്ടിക്കൊടുക്കാം, എല്ലാം കൂട്ടിക്കൊടുക്കാം. ഈ മായാകാര്യങ്ങൾ സമൃദ്ധിയായിട്ട് കൊടുക്കാം, അനുഗ്രഹിക്കാം. ചോദിച്ചു, നിനക്ക് വേണമെങ്കിൽ നീ ഒരു രാജ്യം ചോദിച്ചു, ഞാൻ തരാം. നീ വേണമെങ്കിൽ നിനക്കൊരു എന്തെങ്കിലും എന്തോ ചോദിച്ചോ, നീ അതെല്ലാം തരാം. അപ്പൊ അതേ ചോദിച്ചു, ഇതെല്ലാം കൊണ്ട് എനിക്ക് സുഖമുണ്ടാകുമോ, ഇതെല്ലാം കൊണ്ട് ശാശ്വതമായ മുക്തി കൈവരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതില്ല, അത് ജ്ഞാനം കൊണ്ടേ പറ്റും. അങ്ങനെയാണ് ജ്ഞാനം തരൂ, ജ്ഞാനത്തെ ഉപദേശിക്കൂ. പറഞ്ഞു യമധർമ്മൻ പറഞ്ഞു, എനിക്ക് ജ്ഞാനോപദേശം ചെയ്യാനുള്ള എന്തോ ഇല്ല, റൈറ്റ് ഇല്ല, അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് എനിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വിധേയമായി യമധർമ്മൻ തന്നെ ഉപദേശിച്ചെന്നാണ് പറയുന്നത്. നചികേതസിന് യമധർമ്മം ഉപദേശിച്ചു. യഥാർത്ഥത്തിൽ ഈ ജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെ ഈ പറഞ്ഞവർക്ക് എടുത്ത് സുലഭമായി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മഹത്തുക്കൾക്കെല്ലാം ഇത് നിസ്സാരമായിരുന്നു. ഇത് അങ്ങനെയാണെങ്കിൽ ജ്ഞാനം എന്താണ്? നമ്മൾ ബലം പിടിച്ചിരിക്കുന്ന ഈ അഹങ്കാരമാണ്. ഇതിനെ വിടാൻ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കൂ? നീ എന്നെ വിട്ടുകളയെന്ന് പറഞ്ഞാൽ കേൾക്കൂ? ആ ഒരു ഗർവ് നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് പഴകി വെച്ചതുകൊണ്ട് അതിനെ ഇവൻ വിവേകത്തോടുകൂടി ഉണർന്ന് വിട്ടാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു മഹാത്മാവിന്റെ തലയെ കൈവച്ചെന്ന് വിചാരിച്ച് അത് പോകണമെന്നൊന്നുമില്ല. അതവർക്കറിയാം. കാരണം ഇവൻ തന്നെ പിടിച്ചു വെച്ചേക്കുന്നത് ഇവൻ തന്നെ വിടും. ഇവൻ തന്നെയാണ് ഇവൻ വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ തുടരുന്നത്. പിന്നെ വിടാൻ പറഞ്ഞാൽ വിടൂല. അതിൻ്റെ ഒരു കഥ പറയുന്നത് കേട്ടില്ല. ക്രിസ്തുദേവൻ ഒന്ന് താഴെ നിന്നിട്ട് പറഞ്ഞു, ഒരാളിങ്ങനെ ആകാശത്ത് എവിടെയും സഞ്ചരിച്ച വഴി പൊട്ടി വീണു, ഒരു മരത്തിൽ തൂങ്ങി കിടന്നിട്ട് ക്രിസ്തുദേവ എന്നെ രക്ഷിക്കൂ എന്ന് വിളിച്ചപ്പോൾ ക്രിസ്തുദേവൻ അതിന്റെ പാറക്കൂട്ടമാണ് അതിന്റെ അടിയിൽ വന്നു എന്ന് പറയും. എന്നിട്ട് മകനെ, നീ പേടിക്കണ്ട, നീ ആ പിടി വിടൂ, ഞാൻ നിന്നെ രക്ഷിച്ചോളാം. കുറച്ചുനേരം ആലോചിച്ചു, പിടിവിട്ടില്ല. കുറച്ചുനേരം ആലോചിച്ചു. അതിപ്പം അബദ്ധം കാണിച്ച ഇങ്ങനെ വിട്ടുകളഞ്ഞാൽ, ക്രിസ്തുദേവൻ വിട്ടുകളഞ്ഞാൽ വീണ്ടും ചത്തുപോകും. അതുകൊണ്ട് വിടൂല. ഇതാണ് ഈ അഹങ്കാരത്തെ വിടാതെ എല്ലാവരും ഇരിക്കുന്നത്. ഞാൻ എന്നുള്ള ഭാവം അത് വെറുതെ പറയണതല്ല. ഇതിൻ്റെ ഒരു ടോട്ടൽ എഫക്റ്റാണ് നമ്മുടെ പ്രകൃതി. അതെങ്ങനെയൊക്കെ ഞാൻ ജാതിയിൽ ഇന്ന ആളാണ്, ഞാൻ എൻ്റെ കുടുംബത്തിൽ ഇന്ന കുടുംബക്കാരനാണ്, ഞാൻ ആണാണ്, പെണ്ണാണ്, ഇതെല്ലാം അഹങ്കാരത്തിൻ്റെ ഓരോ മുഴപ്പുകളാണ്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് മുഴപ്പ് ഉള്ള ഒരു സംഭവമാണ് ഈ അഹങ്കാരം. ഇതിനെ വിട്ടുകളാൻ പറഞ്ഞാൽ പറ്റുമോ? കേവലോഹം ഗംഭീരോഹം. ഇതുപോലെ ആ ദാസഭാവം ഇതിൽ കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ല. ശ്രീനിക്ക് പറ്റുമോ ഒരാളിനെ നമസ്കരിക്കാൻ? ആരും ആയിക്കോട്ടെ, നമസ്കരിക്കാൻ പറ്റില്ല. അത് നമ്മൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ തന്നെ ഇതില്ല, അയാൾ ഈ രീതിയിൽ എല്ലാവരും അങ്ങനെ ആയിപ്പോകും.
ഇത് ചെയ്യാനുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിക്കും. അത്രയ്ക്കും ആ ഒരു ആദരവ് ഇതിൽ വേണം. കാരണം എല്ലാം ശിവസ്വരൂപങ്ങളാണ്, ആരും വേറെ അല്ല, തന്നെ ഓരോ പ്രതിഫലനങ്ങളാണല്ല. ഇത് അറിഞ്ഞ് ആ ഏകഭാവം ഇതിൽ കൈവരിച്ച് ഈ അഹങ്കാരത്തിന് ഇല്ലാതെ ആക്കിയാൽ അവർ പറഞ്ഞു ജ്ഞാനം അതിൽ വലിച്ചു കഴിഞ്ഞു. അദ്വൈത ദർശനം ജ്ഞാനം, അദ്വൈത ദർശനം. അദ്വൈതം എന്ന് വെച്ചാൽ രണ്ടെന്ന് കാണുന്ന സ്വഭാവം മാറി. ഇതെല്ലാം ആ ഈശ്വരൻ നമ്മൾ രണ്ടായിട്ട് പറഞ്ഞ അല്ല, താൻ തന്നെയാണെന്ന് കാണും. അങ്ങനെ വരുമ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അസൂയയില്ല, കുശുമ്പില്ല, മാത്സര്യങ്ങളില്ല, ഡംഭമില്ല, ദർപ്പമില്ല. ഈ പറഞ്ഞ 16 ചിത്തവൃത്തികളൊന്നും ഒഴിഞ്ഞ് ശുദ്ധ വൃത്തിയായിട്ട് ഇതിങ്ങനെ നിൽക്കും. ഇതതിനാണ് സമാധി. ഇതാണ് സമാധി. മറ്റേ അങ്ങനെയല്ല, കണ്ണും മൂക്കും നാക്കും പിന്നെ ത്വക്കും എല്ലാം കൂടി ചേർന്ന് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കണം. എത്ര കാലങ്ങളായിട്ട്, എത്ര ജന്മങ്ങളായി പറ്റിച്ചുകൊണ്ടിരിക്കണം അറിയാം. അവർ പറയുന്നത് കണ്ണ്, ഇവരുടെ 5 ഇന്ദ്രിയങ്ങൾ, ഈ 5 ഇന്ദ്രിയങ്ങൾ മനസ്സിനെ എപ്പോഴും വികാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അരമണിക്കൂർ ലേറ്റ്. ഈ 5 ഇന്ദ്രിയങ്ങൾ, അതാണ് കഴിവിന് കണ്ണുകൾ 5 ഉള്ളടക്കി എന്നൊക്കെ പറഞ്ഞു ഗുരുദേവൻ. കാരണം ഈ 5 പേരാണ് മനസ്സിനെ വികാരപ്പെടുത്തുന്ന ആളുകൾ. പക്ഷെ അവരല്ല, ഈ ജ്ഞാനമുള്ള ഭാവം, ഈ ഇന്ദ്രിയങ്ങളിൽ വരുന്ന അറിവ് കൂടി ചേരുമ്പോൾ ഒരു ഇതായിട്ട് വരുന്ന ആളാണ് അഹങ്കാരം. ഇതിനെയാണ് ഉന്മൂലന നാശം ചെയ്യുക. ഈ അഹങ്കാര നാശത്തിനെയാണ് സാക്ഷാത്കാരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിന്റെ നാശം. നമ്മൾ പറഞ്ഞു തുടങ്ങി ഏതിനു വേണ്ടിയിട്ടെന്നുള്ളത് മറന്നു വിട്ടിരിക്കുകയാണ്. കാരണം പറഞ്ഞു ഈ ജ്ഞാനം, ഈ കേവല ഭാവം എല്ലാവരുടെയും പൊതു സ്വത്താണ്, എല്ലാവർക്കും അനുഭവം ഉള്ളതുമാണ്. പക്ഷെ അതിലുള്ള ആ മുഴപ്പിനെ മാറ്റാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല. ഇനി പോട്ട് ഗുരുനാഥൻ പറയാണ്, ക്രിസ്തുദേവൻ പറഞ്ഞ കണക്ക് മോനെ നീ പിടിവിടൂ, ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞ അടിയിൽ നിന്നിട്ടും അദ്ദേഹത്തിന് സംശയം, ശരിയാവൂ, ശരിയാവൂ, ഇദ്ദേഹം പിടിച്ചില്ലെങ്കിൽ ഞാൻ വീണ് ചാവും എന്നുള്ള ആ ഒരു ഭയത്തിൽ ഇയാൾ പിടിവിടുന്നില്ല. ഇതുപോലെയാണ് ആ നീ വിട്ടേക്കൂ, നിന്നെ ഞാൻ രക്ഷിക്കാം. ഏത് കഥ നോക്കിയാലും ഇത് തന്നെ. മഹാബലിയുടെ കഥ എന്ന് എടുത്ത് നോക്കിയാൽ ഇത് തന്നെ കാണാം. മഹാബലി ഈ പറഞ്ഞ കണക്ക് ശുക്രാചാര്യരുടെ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനാണ്. ശുക്രാചാര്യനാണ്, ഒരു ഗുരുവാണ്. ശുക്രാചാര്യൻ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് അറിയാം, ഈ വാമനനായിട്ട് വന്ന് വേഷം മാറി വന്നത് വിഷ്ണുവാണെന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം ഗുരുക്കന്മാർക്ക് അത് ദൃഷ്ടിയുണ്ടല്ലോ. പറഞ്ഞു കൊടുത്ത് ചോദിച്ച വരം നീ പിൻവലിക്കണം, നീ കൊടുത്ത ആ വാക്ക് പിൻവലിക്കണം എന്ന് പറഞ്ഞു മഹാബലിയോട്. എന്തോ പുണ്യവൈഭവം കൊണ്ട് മഹാബലി പറഞ്ഞു എനിക്കത് പിൻവലിക്കാൻ പറ്റില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളായി. അദ്ദേഹമാണ് കിണ്ടിയുടെ മുനയിലെ കയറി ഇരുന്നുള്ളത്. ജലപ്രോഷിക്കാൻ പറ്റാത്ത വിധത്തിൽ കിണ്ടി മുനയിലിരുന്നു. അപ്പോഴാണ് ഒരു ദർപ്പയുടെ പുല്ലെടുത്ത് കുത്തിയെന്നോ അതിനുശേഷം വെള്ളം ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കഥകൾ ഇതാണ്. ഇപ്പൊ യഥാർത്ഥത്തില് മഹാബലിയുടെ ഒരു സവിശേഷത എന്തരാണെന്ന് വെച്ചാൽ കൊടുത്ത വാക്കിന് അദ്ദേഹം പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായി. ഇത് വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യം എന്നാണ് പറയുന്നത്. തല പോണ കാര്യമാണെങ്കിലും കൊടുത്ത വാക്കില്ലേ, വാക്കൊരിക്കലും പിൻവലിക്കാൻ പാടില്ല. പിൻവലിക്കാൻ വെച്ചാൽ അതിനെ തിരിച്ചാക്കാൻ പാടില്ല. ഈ രൂപത്തിലൊക്കെയുള്ള ഒരു സത്യവും ധർമ്മവും ന്യായവും എല്ലാം പരിപാലിച്ച് വന്ന ഒരു സ്വഭാവം മഹാബലിയിൽ ഇരുന്നത് കൊണ്ട് മാത്രം ഇവിടെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ ഭാഗത്ത് ആരായാലും അടിച്ചു പോകും. പറഞ്ഞു നിന്റെ അപ്പൂപ്പനെയും വല്യച്ഛനെയൊക്കെ കൊന്ന പാർട്ടിയാണ് ഈ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ വളരെ പ്രച്ഛന്ന വേഷം കെട്ടി വന്ന് നിൽക്കുകയാണ്. കൊടുക്കരുത്, നീ ഉടനെ ഇതെല്ലാം റദ്ദ് ചെയ്യാൻ പറഞ്ഞു, ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തില്ല. അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റി? ഇതെല്ലാം പിടിച്ചു വാങ്ങിയാണ്. പിടിച്ചു വാങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ശ്രീനി അദ്ദേഹം ജ്ഞാനസ്ഥനായി. പാദദീക്ഷ കൊടുത്തു. പാദദീക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. തലയിൽ ചവിട്ടി അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ആ ജ്ഞാനം അതിൽ ഫലിച്ചത്. മഹാബലിയെ പറ്റി പുരാണം പറഞ്ഞിരിക്കുന്നില്ല. മഹാബലി, ഭഗീരഥൻ, ഇതെല്ലാം വലിയ വലിയ ജ്ഞാനികളാണ് ഇതിലുള്ളത്. അത് പുരാണം വ്യക്തമാക്കിയിരിക്കുന്നവർക്ക് ഒരു മാഹാത്മ്യം ഉണ്ടല്ലേ. വ്യാസഭഗവാനുള്ളത് അതിൻ്റെ കർത്താവ്. ഇവരെല്ലാം കൂടെയൊക്കെ നമ്മൾ എന്തിനാണ് പറഞ്ഞു തന്നത്? മഹാബലിയുടെ ചരിത്രം പഠിക്കുന്നത്.
ഭഗീരഥന്റെ ചരിത്രം പഠിക്കുന്നു. അപ്പോൾ പഠിക്കുമ്പോൾ ഇവരിലെല്ലാം ഉണ്ടായിരുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ ക്വാളിറ്റിയെ നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തിലൊന്ന് ഉദാഹരിച്ചാൽ മാത്രം മതി. കുറച്ചെങ്കിലും, മുഴുവനായിട്ട് പറ്റില്ല. ഈ രൂപത്തിലാണ് ഈ ജ്ഞാനം ഇതിൽ ഫലിക്കുന്നത്. ഇപ്പൊ ജ്ഞാനം ഫലിക്കാതിരിക്കാൻ കാരണം ഇത്രയും നേരം പറഞ്ഞു തരുന്നത്, ഈ ഞാനെന്ന ഭാവത്തെ വിടാൻ ആരും തയ്യാറല്ല. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാടുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കണം. ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചന്ദ്രനാണ്, ഞാൻ ഇവിടുത്തെ ചിന്മയ സ്വാമിയുടെ മകനാണ്, ഞാൻ പഠിച്ചിട്ടുള്ള ആളാണ്, ഞാൻ പൈസക്കാരനാണ്, എനിക്ക് 2 നില വീടുണ്ട്, എനിക്ക് 4 മക്കളുണ്ട്, 3 മക്കളുണ്ട്. ഇങ്ങനെ ഓരോന്നും ഈ അഹങ്കാരത്തിന്റെ ഓരോ മുഴപ്പുകളാണ്. ഈ മുഴപ്പിനെ സുഷുപ്തിയിൽ ഭഗവാൻ കെടുത്തി നമ്മളെ കുറച്ചു നേരം ഇരുത്തി ആ ആനന്ദ ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആരും അതിനെ അല്പം പോലും വില കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടോ സുഷുപ്തിയിൽ ഈ മുഴപ്പിനെ അടിച്ച് ചപ്പിച്ചിട്ട് ഭഗവാൻ കുറച്ചു നേരം ഇരുത്തും. എല്ലാവരും സുഷുപ്തി ആഗ്രഹിക്കും. എന്ത് സുഖമായിരുന്നു, ഇന്നലെ നല്ല ഉറക്കമായിരുന്നു. മുരളി ഇന്നലെ എന്താണെന്ന് അറിയില്ല, മുരളിയെ കണ്ടിട്ട് പോയതുകൊണ്ടായിരിക്കും നല്ലൊരു സുഷുപ്തി കിട്ടി. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറയും. ഇത് ഭഗവാൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എടാ, നീ മനസ്സിലാക്കുക, ഈ മുഴപ്പ് നിനക്ക് ദോഷമായിട്ടിരിക്കുകയാണ്. ഇതില്ലാത്ത ഒരു നില നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് ആ രൂപത്തിൽ നീ ജാഗ്രത നിന്ന് പഴകാൻ ശ്രമിക്കും. ജാഗ്രതയിൽ പഴകാൻ പറ്റും. ബോധപൂർവ്വം. അതാണ് വേദം നമുക്ക് ഉപദേശിക്കുന്നത് ഈ വിവേകത്തെയാണ്. ഈ വിവേകത്തെ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിലുണ്ടല്ലോ അവർ രക്ഷപ്പെട്ടു. വീണ്ടും അതിനകത്ത് തടിപ്പും മുഴപ്പും ഒന്നും വരുത്താതെ കേവലമായിട്ട് പോകണം. കേവലോഹം ഗംഭീരോഹം. അപ്പൊ ഈ രൂപത്തിലാണ് ഈ അഹങ്കാരത്തിന്റെ നാശത്തെ ജ്ഞാനമായിട്ട് പറഞ്ഞത്. നമ്മളെല്ലാവരും ജ്ഞാനസ്വരൂപികളാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ അഹങ്കാരം ഇതിൽ മുഴപ്പായിട്ട് വന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ജ്ഞാനസ്വരൂപികളാണ്. തന്റെ യഥാർത്ഥ നേച്ചർ എന്താണ്? ആത്മസ്വരൂപമാണ് നമ്മുടെ നേച്ചർ. അത് തന്നെയാണ് ഭൂരിപക്ഷം സമയത്തും അങ്ങനെ തന്നെയാണ് എല്ലാവരും. അപ്പോഴാണ് ഇന്ദ്രിയങ്ങളാൽ പ്രലോഭിപ്പിക്കപ്പെട്ട് ഈ മനസ്സ് വികാരപ്പെട്ട് ഓരോ വൃത്തികളെ ഇതുണ്ടാക്കി ഈ അഹംബുദ്ധിയെ തഴപ്പിക്കും. ഇതിനെയാണ് ജാഗ്രതയോടുകൂടി നോക്കിയിരിക്കുന്നതിനെയാണ് ജാഗ്രത അവസ്ഥയായിട്ട് പറഞ്ഞത്. വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എത്ര പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് പോലും അത് മാറിപ്പോവും. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ വലഞ്ഞിടുന്നു. നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്വാമി ഒരു 3-4 ശിഷ്യന്മാരെ വെച്ചു നല്ല ഭംഗിയായിട്ട് പറഞ്ഞു കൊടുത്തു. മോനെ, ഇതാണ് ഇതിൻ്റെ കാര്യം, നീ മനസ്സിലാക്കുക. നല്ല വിവേകത്തോടുകൂടി നീ ഇതിനെ ചിന്തിച്ചുണർന്നോ എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അവരിൽ ഇരിക്കുകയല്ലേ, അവരുടെ പൂർവ്വജന്മാർജിതമായ പാപശക്തികൾ ഇരിക്കുകയല്ലേ. അത് എപ്പോഴെങ്കിലുമൊക്കെ തലപൊക്കി ഈ വിവേകത്തെ പൂർണ്ണമായി ചവിട്ടി നിന്നുകൊണ്ടാണ് അത് നൃത്തം ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് സ്വാമി വിചാരിക്കുന്നത് കഷ്ടമായി പോയി. കാരണം അവർക്ക് പോലും ഗതിയില്ല. അവരെന്താണ് ഉദ്ദേശിച്ചത്? അതുകൊണ്ടാണ് അത് പ്രകൃതി പിടിച്ച് ചുഴറ്റിയിടും പ്രകാരം ഒന്ന് നാരായണ ഗുരുദേവ എഴുതിയത്. കാരണം സ്വാമിക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരും ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല, ആരും കയ്യിൽ നിൽക്കുന്നില്ല. കാര്യമെല്ലാം മനസ്സിലായതാണ് സ്വാമി വിചാരിച്ചത്. പക്ഷെ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ വീണ്ടും അവരുടെ പഴയ മുമ്പത്തെ ഭിന്നത്തേതായിട്ട് വരും. പിന്നീട് നല്ല പുള്ളി ഇത് അതിശയമായിട്ടാണ് മഹത്തുക്കൾ കാണുന്നത്. അതുകൊണ്ടാണ് പല മഹത്തുക്കളും ആർക്കും ഒരു ഉപദേശവും ചെയ്യാൻ തയ്യാറല്ല. കാരണം ഒരു വിശേഷം ഇല്ലെന്ന് അവർക്കറിയാം. ഒരു വിശേഷം മാധവൻ സ്വാമിക്ക് സ്പഷ്ടമായിട്ടറിയാം. ഒരൊറ്റ മനുഷ്യർക്ക് വേദത്തിന്റെ ഒരു അംശം പോലും പറഞ്ഞു കൊടുക്കും. അപ്പൊ മനസ്സിലാക്കുക, ഈ അഹങ്കാരത്തെ നശിപ്പിക്കുന്നതിനെയാണ് ജ്ഞാനമായിട്ട് പറഞ്ഞത്. ഈ അഹങ്കാരം എന്ന് പറയുന്നത് തനിക്ക് തന്നെ ഓരോരോ കാര്യങ്ങളിൽ വച്ചിരിക്കുന്ന അഭിമാനമാണ്. മക്കളോടുള്ള, പെരയിടത്തോടുള്ള, വീടിനോടുള്ള, തന്റെ തന്നെ ജാതിയോടുള്ള, തന്റെ തന്നെ ആശ്രമത്തോടുള്ള. ഞാൻ ശ്രീരാമാനന്ദ ആശ്രമത്തിലെ ആളാണെന്ന് പറയും. അതും ഒരു അഭിമാനത്തോടുകൂടി പറഞ്ഞാൽ അതും അഹങ്കാരമാണ്. ഏത് രൂപത്തിലും
ഈ അഹങ്കാരമാണ് ഇതിൽ മുഴച്ചു നിൽക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ഇതെല്ലാം വിട്ടിട്ട് ഞാൻ ആരാണ് അവർ പറഞ്ഞു അഹം ബ്രഹ്മാസ്മി എന്ന് പഴയക്കോളാണ്. എന്നിട്ട് പിന്നീട് പറഞ്ഞു ഞാൻ ഈ ദേഹമോ ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ ചിത്തമോ അല്ല, ഇതിനെല്ലാത്തിനും വിലക്ഷണമായിരിക്കുന്ന ആ അറിവേ സ്വരൂപമാണ് എൻ്റെ രൂപം. ഇത് നാമരൂപരഹിതമായിട്ട് ഇരിക്കുന്നു. ഇതിനറിയാൻ ഇനിയൊരു ആളില്ല. ഇത് പരമമാണ്. ഇതിന് എങ്ങനെ അറിയണം? നീ തന്നെ അറിഞ്ഞോളണം. ഒന്നിനാലും അറിയപ്പെടുന്നതല്ല എന്ന് വിചാരിച്ചില്ലാത്തതില്ല. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സ്വരൂപത്തെ ആരാய்ந்து പാർ മൈന്ദനെ, ഇതിനെ ആരാய்ന്ന് നോക്കാനാണ് പറഞ്ഞത്. അപ്പം പറയണം ഇവിടെ സ്വാമി പറഞ്ഞത് 47-ാമത്തെ പദ്യത്തിൽ പറയുന്നത് ഇവർക്ക് വന്ന ഈ ചൂടാല മുതലായവർക്ക് വന്ന ഈ സിദ്ധികളെല്ലാം അവർ പൂർവ്വജന്മത്തിൽ പഴകി വെച്ചത്, അത് പ്രാരബ്ധമായിട്ട് ഈ ജന്മത്തിൽ ഫലിച്ചതാണെന്ന് നീ മനസ്സിലാക്കണം. അല്ലാതെ ഒരു ജ്ഞാനമടഞ്ഞ ഒരാൾ ഒരിക്കലും സിദ്ധി ചെയ്യില്ല. കാരണം സിദ്ധി ചെയ്താൽ അത് അദ്ദേഹം തന്നെ പറയും അത് നമുക്ക് ദോഷം ചെയ്യും. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കാം, പിന്നീട് മനസ്സിലായിക്കോളും. ഇലക്കമായിരം ചുരുതിയാൽ ഊകത്താൽ എന്മനം അശയാമൽ പിലക്ക വേണ്ടും എൻ്റെ അരുൾ ഗുരുവേ അകപ്രാന്തി പോയി തെളിവാനേ തുലക്കமான കണ്ണാടിയെ അടിക്കടി തുലക്കിന പഴുതന്റെ അലക്കൺ മാറ്റിയ ദേവരിൽ ഉനക്കുരയാമീർ തങ്ങൾ തെവിട്ടാവേ. ഇലക്കമായിരം ശ്രുതിയാൽ ഊകത്താൽ എന്മനം അശയാമൽ പിലക്ക വേണ്ടും എൻ്റെ അരുൾ ഗുരുവേക്ക് അകപ്രാന്തി പോയി തെളിവായേ തുലക്കமான കണ്ണാടിയെ അടിക്കടി തുലക്കിനാൽ പഴുതന്റെ അലക്കൺ മാറ്റിയ ദേവരിൽ എനക്കുരയാമീർ തങ്ങൾ തെവിട്ടാവേ. ഇലക്കമായിരം അനേക ശ്രുതി പ്രമാണങ്ങളാലും അനേക യുക്തികളാലും എൻ മനം അശയാമൽ എൻ്റെ അന്ധക്കരണം സ്വരൂപത്തിൽ നിന്ന് സന്ദേഹത്തിനാൽ ചലിക്കാതെ പിലക്ക വേണ്ടും എന്ന് വെച്ചാൽ ദൃഢമായി വസ്തുവിൽ ഉറച്ചു നിൽക്കണമെന്ന് അരുൾ ഗുരുവേ എൻ്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന അല്ലയോ ഗുരുവേ, അകഭ്രാന്തി പോയി എൻ്റെ അന്ധകരണത്തിൽ മുൻപുണ്ടായിരുന്ന പഞ്ചഭ്രാന്തികളും നീങ്ങി തെളിവുള്ളവനായേ തുലക്കமான കണ്ണാടിയെ ഞാൻ തെളിവുള്ളവനായി, എൻ്റെ അന്ധകരണത്തിൽ മുമ്പുണ്ടായിരുന്ന ഭ്രാന്തികളെല്ലാം ഒഴിഞ്ഞ് ഞാൻ തെളിവുള്ളവനായി. തുലക്കமான കണ്ണാടിയെ പ്രകാശമായ കണ്ണാടിയെ അടിക്കടി തുലക്കിന വീണ്ടും വീണ്ടും തുടച്ച് പ്രകാശിപ്പിച്ചാൽ പഴുതന്റെ അതിനെന്താണ് കുറ്റമുള്ളത്? എനിക്കുണ്ടായിരുന്ന ദുഃഖങ്ങളെ മാറ്റിയ ദേവരികൾ സ്വാമികൾ എനക്ക് ഉരയാമീർ തങ്ങൾ അടിയൻ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന വാക്യാമൃതങ്ങൾ തെവിട്ടും വിധം ഇനിയും അവിടുന്ന് ഉപദേശിക്കുന്ന ഉപദേശ മൊഴികളെ കേൾക്കുന്നതിന് ആഗ്രഹിക്കുന്നു. അതിനാൽ ഉപദേശിച്ച് തരയണമേ എന്ന് പറയുക. പ്രകാശமான കണ്ണാടിയെ മേലും മേലും തുടച്ചു വയ്ക്കുന്നത് ഒരു പ്രകാരത്തിലും ദോഷമുള്ളതല്ലാത്തതുപോലെ ഭ്രാന്തി നീങ്ങി തെളിവുണ്ടായി എന്നെ വീണ്ടും വീണ്ടും കൂടുതൽ തെളിവുണ്ടായി നല്ലതുപോലെ പ്രകാശിക്കുന്നതിന് വേണ്ടി ഉപദേശിക്കുന്നതിനാൽ ഒരു ദോഷവുമില്ലാത്തത് കൊണ്ട് സ്വാമികളുടെ വാക്യാമൃതത്തിൽ എനിക്കുള്ള അതിരറ്റ ആഗ്രഹ ശമനം ഉണ്ടായിട്ടില്ലാത്തതിനാലും ഇനിയും ഉപദേശിക്കണമെന്ന് പറയും. കാരണം നമുക്ക് ഉപദേശം കേട്ട് മതിയായി ആള് അങ്ങനെയാണല്ലോ പൊതുവെ. ഇത് സ്വാമി ഇദ്ദേഹം പറയുന്നു, ഈ അനുഭവം വന്ന ആള് പറയുന്നു, ഒരു കണ്ണാടിയെ വീണ്ടും വീണ്ടും തുടച്ച് വൃത്തിയാക്കി വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുറ്റമുണ്ടോ? കുറ്റമില്ലതാ. ഇതുപോലെ അങ്ങ് മുമ്പ് തന്ന വാക്യാമൃതത്തിൽ എനിക്ക് ജ്ഞാനം ഫലിച്ചിരിക്കുന്നത്. ഇന്നിരുന്നാലും പറയുന്നു, വീണ്ടും വീണ്ടും ഈ ഉപദേശ വാക്യാമൃതങ്ങളെ തെവിട്ടും വിധം എൻ്റെ അന്ധകരണത്തിൽ നിറഞ്ഞ് തുളുമ്പി വെളി പോകുന്ന വിധത്തിൽ വീണ്ടും വീണ്ടും എനിക്കത് ഉപദേശിച്ച് തരണമെന്ന് പറയണം. ആര്? ഈ ശിഷ്യൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഉപദേശാമൃതം കേട്ട് ഇദ്ദേഹത്തിന് ഇതുവരെയും പൂർണ്ണമായിട്ട് തൃപ്തി വന്നിട്ടില്ല. അതായത് ഇനിയും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അതിനാൽ ഉപദേശിച്ച് തരയണമേ എന്നാണ് ഇവിടെ പറയുന്നത്.
പ്രകാശമായ കണ്ണാടിയെ മേലും മേലും തുടച്ചു വെക്കുന്നത് ഒരു പ്രകാരത്തിൽ ദോഷമുള്ളതല്ല. അതുപോലെ ഭ്രാന്തി നീങ്ങി തെളിവുണ്ടായി എന്നെ വീണ്ടും വീണ്ടും കൂടുതൽ തെളിവുണ്ടായി നല്ലതുപോലെ പ്രകാശിക്കുന്നതിന് വേണ്ടി ഉപദേശിക്കുന്നതിൽ ഒരു ദോഷവുമില്ലാത്തത് കൊണ്ട് സ്വാമികളുടെ വാക്യാമൃതത്തിൽ എനിക്കുള്ള അതിരറ്റ ആഗ്രഹശമനം ഉണ്ടായിട്ടില്ലാത്തതിനാലും ഇനിയും ഉപദേശിക്കണമെന്ന് പറയുന്നു. ഇതാണ് ഈ പദ്യം. ഇലക്കമായിരം ചുരുതിയാൽ ഊകക്കാൽ എന്മനമശയാമൽ പെലക്ക വേണ്ടുമെന്റെ അരുൾ ഗുരുവേ, പെലക്ക വേണ്ടുമെന്റെ അരുൾ ഗുരുവേ, അകപ്രാന്തി പോയി തെളിവായേ തുലക്കமான കണ്ണാടി അടിക്കടി തുലക്കിനാർ പഴുതന്റെ അലക്കൺ മാറ്റിയ ദേവരിൽ ഇതെനക്കുരയാമൽ ഒരാമേർ തങ്കൾത്തെ വിട്ടാൽ. ഇതാണ്, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഈ പദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം വീണ്ടും വീണ്ടും അങ്ങയുടെ ആ വാക്യാമൃതത്തെ കേട്ട് എന്റെ പറഞ്ഞില്ലേ, ഒരു 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 ചിന്ത പോലും ചെയ്യാതെ ഇതെല്ലാം പൂർണ്ണമായും ഒഴിഞ്ഞു നിന്ന് ആ പരിപൂർണമായിട്ട് പ്രയത്നരഹിതമായിട്ട് അനായാസേന ആ വസ്തു നില ഇതിൽ കൈവരണം. എന്തെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് വരുന്നതല്ലാവരുത്, എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചിട്ട് വരുന്നതാവരുത്. സ്വാഭാവികമായിട്ട് ആ നില ഇതിൽ വരുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അങ്ങയുടെ ഉപദേശം ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഞാൻ ആഗ്രഹിക്കുന്നു വീണ്ടും 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 വീണ്ടും. ഇതെന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് മാറി നിൽക്കുന്നതല്ല ഇത് അജ്ഞാനം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അജ്ഞാനമൊന്നും ഇല്ല. പിന്നെ നമ്മൾ പൂർവ്വം പഴകിയ വാസനയുടെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ജീവിതത്തിൽ ഗുരു പറഞ്ഞതിന് പൂർണ്ണമായി നമുക്ക് അനുഭവവേദ്യമാക്കാൻ സാധിക്കാത്തത്. ഇത് അനുഭവമാണ്, എല്ലാവരുടെയും നിത്യാനുഭവത്തെയാണ് വേദം പരാമർശിക്കുന്നത്. പക്ഷെ അതിപ്പോൾ എന്ത് പറ്റി, ജാഗ്രതത്തിൽ ഈ കണ്ണും മൂക്കും ഒക്കെ വെളിയിലോട്ട് തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവരെല്ലാം മനസ്സിനെ ചലിപ്പിക്കുന്നു, മനസ്സിന്റെ വൃത്തികളെ ഉണ്ടാക്കുന്നു. എന്ത് വൃത്തികളാണ്? കാമക്രോധം, ഈ 13 വൃത്തികൾ, ഇത് ഭയങ്കര ശത്രുക്കളാണ് ഇവരുടെ. അപ്പൊ ഇതിനെ ഒന്ന് നിരാകരിക്കാനുള്ള ആ ഒരു ബലം വന്നു ചേർന്നില്ല, ആ വിവേകം വന്നു ചേർന്നില്ല. അതുകൊണ്ടാണ് ഈ അങ്ങയുടെ അമൃതം എൻ്റെ ഉള്ളത്തിൽ നിറഞ്ഞു തുളുമ്പി, എന്നുവെച്ചാൽ മറ്റത് ഇരിക്കാൻ ഇനി അതിന് ഇടം വരരുത്, ഏത് മറ്റു വൃത്തികൾ ഇതിനകത്ത് വരരുത്. അതുകൊണ്ട് അങ്ങയുടെ ഉപദേശമാകുന്ന വിവേക ഉപദേശം വന്ന് ഇതിന് നിറയട്ടെ, നിറഞ്ഞു തുളുമ്പട്ടെ എന്നാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലായിക്കോളൂ. എന്നുവെച്ചാൽ അതിരുന്നാൽ മതി. ഇനിയിപ്പം നമ്മൾ കാണുന്ന ഏതാണ്? ഈ വിവേകത്തെ കാണാൻ പറ്റുള്ളൂ. മറ്റൊരു സ്ഥാനം പോയി, അതിലിങ്ങനെ തീർത്ത് വെളിയിൽ പോയി കഴിഞ്ഞു. അത്ര ശുദ്ധമാക്കി ഈ അന്ധകരണത്തെ വെക്കുന്ന വിധത്തിൽ ഞാൻ ആയിത്തീരട്ടെ എന്ന് വിചാരിച്ചാണ്, പറഞ്ഞുകൊണ്ടാണ് ഗുരുവിൻ്റെ ഉപദേശത്തെ വീണ്ടും ശ്രവിക്കുന്നത്. കൈതവങ്ങളെ ശാസ്ത്രം ചൊല്ലുമോ കരുണയാൽ എന്നെയാളും അയ്യനെ ഗുരുവേ, എവരാകിലും അനുഭവിത്താൽ അഞ്ചി ചെയ്ത കർമ്മങ്ങൾ വിടാവിന്റെ വചനവും ജന്മസഞ്ചിതം വേവ തൂയ ജ്ഞാനത്തി ചുടുമെന്റെ വചനവും തുടുവതെപ്പടി നാനേ. കൈതവങ്ങളെ ചാത്തിരം ചൊല്ലുമോ കരുണയാൽ എന്നെയാളും അയ്യനെ ഗുരുവേ, എവരാകിലും അനുഭവിത്താൽ അഞ്ചി ചെയ്ത കർമ്മങ്ങൾ വിടാവിന്റെ വചനവും ജന്മസഞ്ചിതം വേവ ജ്ഞാനത്തി ചുടുവന്റെ വചനവും തൊടിവതപ്പടി നാല്. കൈതവങ്ങളെ എന്ന് പറഞ്ഞത് അസത്യങ്ങളെന്ന്. അസത്യമായ വാർത്തയെ ചാത്തിരം ചൊല്ലുമോ, ശാസ്ത്രങ്ങൾ പറയുമോ, ശ്രുതികൾ പറയുമോ? അസത്യമായ ഒരു വചനത്തെ ശ്രുതികൾ പറയുമോ? പറയുകയില്ലെന്നാണ്. കരുണയാൽ എന്നെയാളും കാരുണ്യം കൊണ്ട് അടിയനെ ഉപദേശിച്ച് അനുഗ്രഹിക്കുന്ന എന്റെ പിതാവായ ആചാര്യരെ എവരാകിലും ആരായാലും ചെയ്ത കർമ്മങ്ങൾ, തങ്ങൾ ചെയ്ത കർമ്മഫലങ്ങൾ അനുഭവിത്താൽ അഞ്ചി അനുഭവിച്ചു തീർന്നാലല്ലാതെ വിടായന്റെ വചനവും ഒഴിയുകയില്ല എന്ന ശാസ്ത്രവചനവും ജന്മസഞ്ചിതം വേവ അനന്ത ജന്മങ്ങൾക്ക് കാരണമായ സഞ്ചിത കർമ്മങ്ങൾ വെന്ത് ചാമ്പലാകുന്നത് ശുദ്ധമായ ജ്ഞാനാഗ്നി ചുടുമന്റെ വചനവും ദഹിക്കുമെന്ന ശാസ്ത്രവചനവും ആയ ഈ രണ്ടിനെയും ഞാൻ തുരുവതപ്പടി
ഏതാണ് വാസ്തവം, ഏതാണ് വാസ്തവമല്ലാത്തതെന്ന് ഞാൻ നിശ്ചയിക്കേണ്ടത് എങ്ങനെയാണ്? ഇവ രണ്ടും പരസ്പരം വ്യത്യാസമുള്ളത്. ശാസ്ത്രം കളവ് പറയുകയില്ല എന്ന് എനിക്കറിയാം. ഇവ രണ്ടും എങ്ങനെ നിശ്ചയിക്കാനാണ് സാധിക്കുന്നത്? തൂയ ജ്ഞാനം എന്നാൽ ജീവബ്രഹ്മങ്ങളുടെ ഐക്യജ്ഞാനം എന്നർത്ഥം. മുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി അതൈരഭി. ഈ ശ്രുതിയിൽ നിന്ന് കർമ്മഫലം ഭുജിച്ചു തീർക്കാതെ ക്ഷയിക്കുകയില്ലെന്നും എന്നാൽ മെയ്ஞാനത്തിയാൽ കർമ്മങ്ങൾ നശിച്ചു പോകുമെന്ന ശ്രുതിയും പരസ്പര ഭിന്നങ്ങളായിരിക്കുന്നു. ഇതിലെ ഏതിനെയാണ് വാസ്തവമെന്ന് കരുതേണ്ടത് എന്നാണ് സംശയം. ഇതാണ് ചോദ്യം. നമുക്കറിയാം, ജന്മം പറയുന്നു, കർമ്മകാണ്ഡ ശ്രുതികളൊക്കെ പറയുന്നു കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അതിനൊരു കർമ്മഫലമുണ്ട്, അത് അനുഭവിച്ചാൽ അല്ലാതെ തീരില്ല. എന്നാൽ ഇവിടെ പറയുന്നു തൂയ ജ്ഞാനം ഈ കർമ്മങ്ങളെ എരിച്ചു കളയുമെന്ന് പറയുന്നു. തൂയ ജ്ഞാനം. അപ്പം ഇത് പരസ്പരം എങ്ങനെ, ഇതിൽ ഏതാണ് വാസ്തവം? കർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കുമെന്ന് പറഞ്ഞതാണോ സത്യം, അതോ ഈ ജ്ഞാനം ഇതിനെ എരിച്ചു കളയുമെന്ന് പറഞ്ഞതാണോ സത്യം എന്നുള്ളതാണ് ചോദ്യം. സ്വാമി പറയും. 50. ജീവഭേദങ്ങൾ അളവിലെ മൈന്ദനെ ചെയ്യുകയും അളവിലെ അവഭാവം അവരവരധികാരങ്ങൾ അറിந்து പക്വം നോക്കി പൂമലന്ത് പിൻ പൊലങ്ങൾ കാട്ടുവപ്പോൾ പൂർവ ചിത്താന്തം കാവൽ വേദങ്ങൾ ഇരണ്ടയും വചനിക്കും കാണ്ഡം മൂവുകയാല്. ഇതാണ് അതിന് കൊടുക്കുന്ന മറുപടി. ഇത് മനസ്സിലായോ ഈ പദ്യം? ഞാൻ പെട്ടെന്ന് അപ്പുറം ചാടിക്കുന്നത്. ഒരിക്കലും ശാസ്ത്രം കളവ് പറയില്ല എന്നാണ് പറയുന്നത്, മഹത്തുക്കൾ പറയുന്നത്. ഒരിക്കലും ശാസ്ത്രം ഒരു കള്ളം പറയില്ല. അപ്പൊ ശാസ്ത്രം തന്നെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിച്ച് അതിൽ ഏതാണ് ശരിയെന്ന് വീണ്ടും ഒരു സംശയം ചോദിച്ചിരിക്കുകയാണ് ആര്? ശിഷ്യൻ. ഇതിൽ കർമ്മങ്ങൾ അനുഭവിച്ച് മാത്രമേ തീരുള്ളൂ എന്നാണല്ലോ പൊതുവെ പറയണത്. അങ്ങനെയാണെങ്കിൽ ജ്ഞാനത്തി ഇത് ചുട്ടുകളയുമെന്ന് പറയുന്നതും തങ്ങളിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് അറിയണ്ടേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജീവൻ മുക്ത പുരുഷന്മാർക്ക് പ്രാരബ്ധം അവരനുഭവിക്കുകയല്ലേ എന്നുള്ള ഒരു കാര്യം നമുക്ക് ചോദിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ ജീവൻ മുക്തി വന്ന ഉടനെ തന്നെ എന്താണ് സംഭവിക്കുന്നത്? കർമ്മത്തിന് ബലമില്ലാതെ അത് അങ്ങനെ ഇരിക്കട്ടെ. ജീവൻ മുക്തി വന്ന ഉടനെ തന്നെ ഇത് പിരിഞ്ഞുകളായി. ഈ പാലിനെ കാച്ചി തൈരാക്കി അതിൽ നിന്ന് വെണ്ണ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ വെണ്ണ പാലുമായിട്ട് ചേരില്ല. പിരിഞ്ഞു പോയെന്നാണ് പറയുന്നത്. ഇത് തങ്ങളിൽ പിരിഞ്ഞു പോയി. ഈ അനാത്മ വിഷയങ്ങളുമായിട്ട് ഇതിന്റെ സംബന്ധം, ഇടയ്ക്കുണ്ടായിരുന്നൊരു സംബന്ധം ഇല്ലാതായി. ഇതിനാണ് അഹങ്കാരം. അനാത്മ വിഷയങ്ങളും ആത്മാവുമായിട്ടൊരു സംബന്ധം എങ്ങനെ ഇരിക്കുന്നു? ഞാൻ എന്നുള്ള വൃത്തിയിലാണ് വന്നു ചേർന്നത്. ഇതാണ് അഹങ്കാരം. ഇതില്ലാതായ എന്ത് സംഭവം? ഇതിന് ജ്ഞാനം ഉണ്ടായെന്ന് പറഞ്ഞു. ഈ ജ്ഞാനം ഉണ്ടായപ്പോൾ ഇതുണ്ട്, താനുമുണ്ട്. പക്ഷെ ഇത് തങ്ങളിലുള്ള സംബന്ധമില്ല. അതുകൊണ്ട് ഇത് എന്ത് നടന്നാലും തന്നെ ബാധിക്കുന്നില്ല. എന്ത് ചെയ്താലും തനിക്ക് യാതൊരു വറീസുമില്ല. നടക്കണതെല്ലാം നടക്കും. അതെല്ലാം എങ്ങനെ കാണും? ഈശ്വരൻ എങ്ങനെയാണ്? ഇതെല്ലാം ഒരു വിനോദമായിട്ടിരിക്കുന്നു ഈശ്വരൻ, അല്ലേ? അപ്പോൾ ഞാനിക്ക് എങ്ങനെ ഇരിക്കും? ഞാനീ ബ്രഹ്മാനന്ദ രസമായിട്ട് ഈ കർമ്മങ്ങളെ അനുഭവിക്കും. അപ്പൊ ഞാനീ ഇതെല്ലാം തന്നെ ബാധിച്ചാലല്ലേ തനിക്ക് അതിന്റെ ദോഷമുള്ളൂ. രമണ ഭഗവാൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പല പ്രാവശ്യം പറഞ്ഞ് എന്തിനാണെന്നറിയാം, ഇതൊക്കെ ഒന്ന് വിളക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിക്കൊണ്ട് വന്ന് ഒരാൾ തെറ്റുതിരുത്താൻ കൊടുത്തതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നറിയാം. അദ്ദേഹം വിവാഹം കഴിച്ചതായിട്ടും ഒരു പെണ്ണിനെ സ്നേഹിച്ചതായിട്ടും അവർക്ക് 2-3 കുട്ടികളുള്ളതായിട്ടും അവരെ ഉപേക്ഷിച്ചതായിട്ടും അത് ഇപ്പുറത്ത് വന്ന് ഒരു ഗുരുവിനെ സമീപിച്ച് വിദ്യ പഠിച്ചെങ്കിലും അദ്ദേഹത്തിന് ഗുരുത്തക്കേട് ചെയ്ത് അവിടെ നിന്ന് വെളിയിൽ ആയതായിട്ടും ഒക്കെയാണ് എഴുതിക്കൊണ്ട് കൊടുത്തിരിക്കുന്നത്. വേറൊരാൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എല്ലാം വായിച്ചു നോക്കി ഇടേണ്ട അടുത്ത് കുത്തും കോമയും ഒക്കെ ആയിട്ട് ചില അക്ഷരങ്ങൾ തെറ്റുണ്ട്. ആ അക്ഷരങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് റീറൈറ്റ് ചെയ്ത് എഴുതി എല്ലാം ഓക്കെ അടിച്ചവിടെ വെച്ചു.
ഇത് കണ്ടോടുന്ന കുഞ്ചുസ്വാമിക്ക് ഒന്ന് വായിക്കണമെന്ന് തോന്നിയതാണ് ഇവിടെ വന്ന പ്രശ്നം. അയ്യോ തപ്പ് 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 എല്ലാം പോയി 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 പോയി. ഇദ്ദേഹത്തിന്റെ ഒരു വട്ടു പിടിച്ചണക്കായി. സ്വാമിക്കൊക്കെ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇദ്ദേഹം കല്യാണം കഴിച്ച് 2 കുട്ടികളുണ്ട്, അവരെ ഉപേക്ഷിച്ച് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയല്ലേ ഈ മനുഷ്യൻ. സ്വാമി എല്ലാം തപ്പ് തപ്പ് സ്വാമി തപ്പ്. ഇത് ദേവന ഒരു ചലനവും അങ്ങനെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് തിരിച്ചോവില്ല. അതെ, അങ്ങനെ എഴുതുന്നത് എന്തോ പറയണ എന്തൊക്കെയാ പറയുന്ന കൊലമ്പ് പോലെ തോന്നിക്കാണും. ഒടുവിൽ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ചോദിച്ചത്, എന്നാ കുഞ്ചു അവനൊക്കെന്ന് ചോദിച്ചത്. അപ്പോഴാണ് പറഞ്ഞത്, സ്വാമി എല്ലാം തപ്പ് പോയി 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 എഴുതി വെച്ചിരിക്കുന്നു. സ്വാമി ഇത്രയും ചോദിച്ചുള്ളൂ. ശരി ഇരിക്കട്ടും, എല്ലാം പോയിതാ വീതി മെയ്യത്. അതോടുകൂടി അയാളെ വായടായി. കാരണം ഈ കാണുന്ന ഈ സ്വപ്ന സന്നിഭമായിരിക്കുന്ന ഈ ലോകത്തിൽ എന്ത് നടക്കില്ല, എല്ലാം ഒരു സങ്കല്പത്തിൽ നടക്കുന്നതല്ലേ ഇതെല്ലാം. ഇത് വാസ്തവമല്ലെന്ന് ആദ്യമേ പറഞ്ഞില്ലേ വേദം. ഇതെല്ലാം കേവലം ഒരു സങ്കല്പമാണ്. ഈ സങ്കല്പത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞതില്ല. സങ്കല്പത്തിന്റെ യാഥാർത്ഥ്യമല്ലാത്തതെന്നാണ് അർത്ഥം. ഇതിനെ നോക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും പോയി പോയി എന്ന് പറഞ്ഞാൽ പിന്നെ മീതി മെയ്യത് സത്യത്തിൽ ഏതാണുള്ളത്? സത്യത്തിലുള്ളത് ആത്മാവാണ്. ഇതെല്ലാം പൊയ്യായിട്ട് ഇതിൽ നടക്കുകയല്ല. പക്ഷെ കുഞ്ചുസ്വാമിയെ ബാധിച്ചു. അതാണ് അദ്ദേഹത്തിന് വികാരപ്പെട്ടിട്ട് അയ്യോ പോയി 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 എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചത്. ഗുരുദേവനെ ബാധിച്ചില്ല. രണ്ടുപേരും ഒരേ കാര്യങ്ങൾ കേൾക്കുകയും പെരുമാറുകയും ചെയ്യണമെങ്കിലും എങ്ങനെ ഗുരുദേവനെ ബാധിച്ചില്ല? ഇവരവിടെ പിരിഞ്ഞുപോയി മുരളി, പിരിഞ്ഞുപോയ രക്ഷയില്ല, പിന്നെ കിട്ടില്ല. പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതുമായിട്ട് ചേരില്ല. ഏതുമായിട്ട്? ആത്മാവുമായിട്ട് ഒന്നും ചേരില്ല. ഈ രൂപത്തിലാണ് ജ്ഞാനികളിൽ നിൽക്കുന്നത്. അവരുടെ കണ്ണിൽ ഇത് പോയൊന്നുമില്ല. എല്ലാം ഉണ്ട്, ശുദ്ധമായിട്ട് ഇതെല്ലാം ഉണ്ട്. പക്ഷേ അവര് ബാധിക്കുന്നില്ല. താമരയിലെ തണ്ണീർപ്പോൾ ജഗത്തോടും കൂടി വാഴ്വ. പഴുത്ത പുളി പോലെയാണ് പറയുന്ന കേട്ടിട്ടില്ല. പച്ചപ്പുളിയും പഴുത്ത പുളിയായിട്ടുള്ള വ്യത്യാസം എന്താണ്? പച്ചപ്പുളിയിൽ അതിന്റെ തോടും ചതയും കുരുവും എല്ലാം കൂടെ കോമ്പൗണ്ടായിട്ട് പിടിച്ചിരിക്കുക. പുളി പഴുത്ത് 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 നല്ല പാകമായാൽ തോട് വേറെ, ചത വേറെ, കുരു വേറെ, മാറി മാറിയിരിക്കും. കുരുവിനും ചതയ്ക്കുമായിട്ട് എന്തെങ്കിലും സംബന്ധമുണ്ടോ? ഇല്ല. ഈ രൂപത്തിലായിരിക്കും. പഴുത്ത പുളി പോലെയാണ് അത്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? പിരിഞ്ഞുപോയി. ഇത് തങ്ങളുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇല്ലേ, അത് പിരിഞ്ഞു പോവുകയുള്ളൂ. ഓട്ടോമാറ്റിക് പിരിഞ്ഞു പോകും. അതുകൊണ്ട് അവരുടെ നിലകൾ നമ്മൾ ഊണിക്കുന്നതിനും അപ്പുറമാണ്. ചിലപ്പോൾ ഒരു ജ്ഞാനി ഈ പ്രാരബ്ധം അനുഭവിക്കേണ്ട കാര്യം എന്തോന്നും? പ്രാരബ്ധ സുഖദുഃഖങ്ങൾ ജ്ഞാനിക്കില്ല. കാരണം എന്താണ്? പിരിഞ്ഞുപോയി. ഇത്രയോട് സംഭവിച്ചു. നമുക്കും ഇത് പിരിയാൻ സാധിച്ച വിവേകത്തോടു കൂടി നിന്നാലും പിരിയാം. പറയില്ല. അപ്പൊ നമ്മൾ പറയാണ് ശ്രുതി പറഞ്ഞു ഇത് വെറുതെ തോന്നൽ മാത്രമാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കും. നിന്റെ കണ്ണില്ലെങ്കിൽ കാണാൻ പറ്റും. ഈ മനസ്സ് ആബ്സെന്റായ സുഷുപ്തിയിൽ ഇത് എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം ചോദിക്കുന്നതുകൊണ്ട് വിവേകത്തോടു കൂടി നോക്കിയ ഒരാൾക്കറിയാം ഇതെല്ലാം കേവലം ഈ ഇന്ദ്രിയങ്ങളുടെ ഒരു പ്രദർശനമാണ്. അവർ പറയുന്നത് എങ്ങനെയാണ്? ഈ ലോകം ഒരു തിരശ്ശീലയാണെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളാവുന്ന ലെൻസിലൂടെ ആ മനസ്സിന്റെ പ്രൊജക്ഷനാണ് ഇത് ഈ ലോകമായിട്ട് നിൽക്കുന്നത്. എന്തിനാണ്? ഇന്ദ്രിയങ്ങളാണ് ലെൻസ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഒരു സിനിമ പ്രൊജക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഫിലിം അല്ലേ, അതിന്റെ പുറകെ ഒരു വെട്ടം, ഒരു നല്ലൊരു ലൈറ്റ്, അതിന്റെ മുമ്പേ ഒരു സ്ക്രീൻ. ഇതുപോലെ അപ്പൊ മനസ്സിന്റെ വാസനകളാണ് ഫിലിമായിട്ട് നിൽക്കുന്നത്. ഇതിനെ ആ ചിത്ത് പ്രകാശിപ്പിക്കുന്നതാണ്. അത് എങ്ങനെ പ്രകാശിപ്പിക്കുന്ന? അതിലൂടെ വരുന്ന ആ പ്രകാശം ആ തിരശീലയിൽ വീഴുമ്പോൾ അതൊരു പടമായിട്ട് വരുന്നതാണ്. യഥാർത്ഥത്തിൽ ചിത്പ്രകാശമേ ഉള്ളൂ. ഫിലിം തീർന്നാൽ ചിത്പ്രകാശമല്ലേ. അപ്പൊ വാസന ഇല്ലാതായ കേവലം ചിത്പ്രകാശം മാത്രം. അതാണ് വാസ്തവത്തിൽ ഫിലിം ഉള്ളപ്പോഴും ഉള്ളത്. ഇതിനിപ്പോ വലിയ വിവേകങ്ങളോ വലിയ വലിയ വാക്കുകൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷെ നല്ലതുപോലെ വിചാരം ചെയ്ത് ഇതിൽ ഒരു ഉണർവ് വന്നാലുണ്ടല്ലോ ഈ പറയുന്ന വിവേകത്തോടു കൂടിയും ഈ പിരിയാൻ സാധിക്കും. ഇതിൽ നിന്ന് ബലാത്കാരമല്ലേ. അവനൊരു അടിയടിച്ചു, നല്ല നൊന്തു. മനസ്സിലാണെങ്കിൽ ഇവനെ കൊല്ലാനുള്ള കലി വന്നു. പക്ഷെ ഒന്നും ചെയ്തില്ല, അടക്കി. അതല്ല
അത് റോങ്ങാണ്. ഇത് വേറൊരു തലമാണ്. അത് കുറച്ച് അനുഭവത്തിലേക്ക് വരുമ്പോഴേ അത് വരുള്ളൂ. നമ്മുടെ പട്ടണത്തിൽ പിള്ളേരൊക്കെ അത് കാണിച്ചിട്ടുണ്ട്. ചവിട്ടിയെടുത്ത് ചെളിയിൽ ചേർത്ത് വെച്ചിട്ടപ്പോഴും അദ്ദേഹത്തിന് പിന്നെ മറ്റേ ആളോട് പ്രതിയോഗിയോട് ഒരു വികാരമുണ്ട്. അതിലുണ്ടായ ആരോ വന്ന് എടുത്ത് പിടിച്ച് പൊക്കി കൊണ്ടുവന്ന് കുളിപ്പിച്ച് കൊണ്ടു വെച്ചിട്ട് അവർ ചോദിച്ചു, അവൾ സെഞ്ചത് ഗുണന്താ ഇവാൾ സെഞ്ചത് ഗുണന്താന്ന് ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു? അവള് സെഞ്ച ഗുണന്താ ഇവാൾ സെഞ്ച ഗുണന്താ. അതെങ്ങനെ നോക്കും എന്നുള്ളതായി കണ്ടില്ല. ഇതെല്ലാം അവരെ സംബന്ധിച്ച് പോകുന്നതാണ്. നമ്മൾ ഈ രൂപത്തിലൊക്കെ വേറെ ലെവലിലേക്ക് മാറിപ്പോകും. ഇതാണ് അനുഭവതലം. അനുഭവത്തെ നമുക്ക് പറയാൻ ഒക്കില്ല. നമ്മുടെ ഉള്ളിൽ ഉള്ളത് ആ ആനന്ദാനുഭവം വന്നെങ്കിൽ അകത്തും പുറത്തുമായിട്ട് അങ്ങ് വ്യാപിച്ചു പോകും. മാത്രം അതാണ് അവരുടെ വെട്ടം തന്നെ. അതാണ് കാണാമൊന്നും കാണില്ല. രണ്ടു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ കാണില്ല. കൃശഗാത്രമായിരിക്കും. പക്ഷെ ഭയങ്കര ബ്രൈറ്റാണ് അവർ. അവർക്ക് യാതൊരു സങ്കടവുമില്ല. മനസ്സിൽ സങ്കടമില്ലെങ്കിൽ മുഖം നന്നായിരിക്കും. അപ്പോഴും ആനന്ദ ആ ലഹരിയിൽ അങ്ങനെ അവർ നടക്കും. അതാണ് അവരുടെ പ്രത്യേകത. അതാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ പദ്യം കൊണ്ട് ഇത്രയാണ് ഉദ്ദേശിച്ചത്. ശാസ്ത്രം ഒരിക്കലും കളവ് പറയില്ല. പറഞ്ഞു സ്വാമി, അങ്ങനെയാണെങ്കിൽ ഈ ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നു ജന്മസഞ്ചിത വിനകളെല്ലാം അനുഭവിച്ച് തീർന്നാലേ തീരുവുള്ളൂ എന്ന് പറയുന്നു ഒരിടത്ത്. വേറൊരിടത്ത് എന്ത് പറയുന്നു? ജ്ഞാനാഗ്നി ഇതെല്ലാം ഭസ്മമാക്കി കളയുന്നു വേറൊരിടത്ത് പറയുന്നു. ഇതിൽ ഏത് ശരി എന്നുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്. അതിന് നമ്മളൊരു ചെറിയ മറുപടി പറഞ്ഞതേ ഉള്ളൂ. സ്വാമി പറയുന്നു, ജീവഭേദങ്ങൾ അളവിലെ മൈന്ദനെ ചെയ്യുകയും അളവില് ഉദത്തമില്ല. ജീവഭേദങ്ങൾ അളവിലെ മൈന്ദനെ ചെയ്യുകയും അളവില് അവവാം അവരവരധികാരങ്ങൾ അറിந்து പക്വം നോക്കി പൂമലർന്ന പിൻ ഫലങ്ങൾ കാട്ടുവനപ്പോർ പൂർവ്വ ചിത്താന്തം കാവൽവേദങ്ങൾ ഇരണ്ടയും വചനിക്കും കാണ്ടം മൂവകയാലേ. മൈന്ദനെ അല്ലയോ മകനെ, ജീവഭേദങ്ങൾ അളവില്ലേ. ജീവോപാധികളായിരിക്കുന്ന അവിദ്യ അന്ധകരണങ്ങൾ അനന്തമായതിനാൽ ജീവഭേദങ്ങളും അളവില്ലാതിരിക്കുന്നു. ചെയ്യുകയും അളവില്ലേ. അവരുടെ പ്രവൃത്തിക്ക് കാരണമായ അവരവരുടെ അന്ധകരണങ്ങളിലുള്ള ശുഭം അശുഭം ശുഭാശുഭം എന്ന വാസനകൾ അളവില്ലാതിരിക്കുന്നു. ഇരിക്കുന്നതിനാൽ ഓരോരുത്തരുടെ പ്രവൃത്തികളും ഇത്രയെന്ന് തിട്ടപ്പെടുത്തുവാൻ സാധിക്കയില്ല. അതുകൊണ്ട് ആവവാം അവകളാൽ വരുന്നതാകുന്ന അവരവരധികാരങ്ങൾ അതാത് ജീവന്മാരുടെ അധികാരിത്വം അനുസരിച്ച് അറിந்து നിശ്ചയിച്ച് പക്വത്തെ നോക്കി കാവൽ വേദങ്ങൾ കരുണയാൽ എല്ലാവരെയും രക്ഷിച്ചു നിൽക്കുന്ന വേദങ്ങൾ കാണ്ഡം മൂവകയാലെ കർമ്മം ഉപാസന ജ്ഞാനം എന്ന 3 വിധ കാണ്ഡങ്ങളെ കൊണ്ട് പൂർവ്വ ചിത്താന്ത ഈ രണ്ടെയും വചനിക്കും. പൂർവപക്ഷവും സിദ്ധാന്തപക്ഷവും ഈ രണ്ടിനെയും പ്രതിപാദിക്കുന്നു. ഇതിന് ഉദാഹരണം പറയുന്നു. പൂ അലന്ത പുഷ്പങ്ങളെ ഉൽപ്പാദിപ്പിച്ചിട്ട് പിന്നീട് ഫലങ്ങൾ കാട്ടുവനപ്പോൾ ഫലങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷങ്ങൾ പോലെ, ഉദാഹരണത്തിന് വാഴ മുതലായ വൃക്ഷങ്ങളെ പോലെ. ഇപ്രകാരം പറഞ്ഞതിന്റെ സാരം അനുഭവിത്താൽ ചെയ്ത കർമ്മങ്ങൾ വിടാ എന്ന വചനം. കർമ്മകാണ്ഡത്തിലുള്ള പൂർവപക്ഷം ജന്മസഞ്ചിത വേവത്തൂയ ജ്ഞാനനൂർ ചുടുമന്റെ വചനം ജ്ഞാനകാണ്ഡത്തിലെ സിദ്ധാന്തപക്ഷം എന്നറിയുക. ഇവിടെ ഇത്രയുള്ളൂ പറഞ്ഞത്. ഈ 3 കാണ്ഡങ്ങളെ കൊണ്ടാണ് നിയമമാക്കി ഈ ജ്ഞാനത്തെ പറഞ്ഞിരിക്കുന്നത്. അതിൽ കർമ്മകാണ്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം. ഈ കർമ്മകാണ്ഡ ശ്രുതികളെയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്. ഇതിനെയാണ് പൂർവപക്ഷം എന്നും പറയുന്നത്. കർമ്മകാണ്ഡ ശ്രുതിയല്ല, പൂർവപക്ഷ ശ്രുതികൾ എന്നാണ് പറയുന്നത്. സിദ്ധാന്തപക്ഷം എന്നുകൊണ്ട് ജ്ഞാനകാണ്ഡ ശ്രുതികളാണ്. അപ്പൊ പൂർവപക്ഷവും സിദ്ധാന്തപക്ഷവും തങ്ങളിൽ വ്യത്യാസമുണ്ട്. പൂർവപക്ഷത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു വാഴ മുതലായ വൃക്ഷങ്ങളെ അത് വളർന്ന് ആദ്യം ഒരു പൂവുണ്ടാവും. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് അതിൽ കായ ഉണ്ടാവും. പൂ മലർന്ന പൂ ആദ്യം വരും, പിന്നീട് അത് കഴിഞ്ഞിട്ട് അതിന്റെ കായ ഉണ്ടാവും. ഇതുപോലെ
പൂർവ്വ സിദ്ധാന്തം എങ്ങനെയാണ്? പൂവിനെയാണ് പൂർവപക്ഷം എന്നാണ് പറയുന്നത്. മറ്റേ സിദ്ധാന്തപക്ഷം. ഇപ്പോഴും ജ്ഞാനത്തിൽ സിദ്ധാന്തപക്ഷ ശ്രുതികളെയാണ് പറയുന്നത്. പൂമലർന്ന പിൻബലങ്ങൾ കാട്ടുവനപ്പോൾ പൂർവ്വ സിദ്ധാന്തം കാവൽ വേദങ്ങൾ എന്നിട്ട് അറിയാം എന്തിനാണ്? നമ്മുടെ എല്ലാവരെയും രക്ഷയ്ക്ക് നിൽക്കേണ്ടത് എന്താണ് ശ്രീനി രക്ഷ? ഈ അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തെ ഉണ്ടാക്കാനായിട്ട് നിൽക്കേണ്ടത്. ജ്ഞാനമാണ് രക്ഷ. ഈ ജ്ഞാനത്തെയാണ് നമ്മൾ ഇതിൽ മുഖ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആളുകൾക്കൊന്നും അതിൽ ഒരു ഇല്ലാതെ പോയത് ശാസ്ത്രത്തിൻ്റെയോ മറ്റോ കുറ്റമല്ല, അവരവരുടെ ആ പാപശക്തിയുടെ കാഠിന്യം കൊണ്ട് അത് പറ്റാത്തത്. അല്ലേ പുള്ളി? എളുപ്പമാണോ? മഹത്തുക്കളെയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ പുണ്യം. അവർ കണ്ടാലും ചിലർ കണ്ടിട്ടങ്ങ് പോകും. പിന്നെ അവരെ കേൾക്കാന്ന് പറഞ്ഞാൽ അതിലും പുണ്യം. ചിലർ വല്ലപ്പോഴും അത് കേട്ടിട്ടങ്ങ് പോകും. ചിലർ അവർ നിഷ്കർഷിക്കുന്ന ഒരു അനുഷ്ഠാനം ചെയ്തുകൊണ്ട് പോകും. അതിനെക്കാട്ടി പുണ്യം. ഇങ്ങനെ അതിന്റെ ലെവൽ തന്നെ എത്ര സ്റ്റേജിൽ മാറി വരും അല്ലേ? കാണുന്നത് തന്നെ പുണ്യം, അവർ കേൾക്കുന്ന അതിനും പുണ്യം. ഇങ്ങനെ പോവുകയാണ്. അപ്പം ഈ രൂപത്തിലൊക്കെ വന്ന് ചേർന്ന ആളുകളായിരിക്കുന്ന നമ്മളെല്ലാം അതീവ പുണ്യശാലികളാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല അതിനെപ്പറ്റി. നമുക്ക് പോലും ഇതിന്റെ ഗൗരവം ഇതുവരെ മനസ്സിലായിട്ടില്ല. ആർക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കുന്ന വിധത്തിൽ ഒരാൾ വന്ന അയാൾ മഹാത്മാവാണ്. സ്വിച്ചിട്ടാണെങ്കിൽ മഹാത്മാവാണത്. തിരുമേനി സ്വാമികളെ പറ്റി പറയുമ്പോൾ ഒരു ഗൃഹസ്ഥനാണ്, 5 കുട്ടികളുമുണ്ട്. മക്കളെയൊക്കെ വളർത്തി സുന്ദരമായിട്ട് അങ്ങനെ ജീവിച്ചൊരു ഗവൺമെന്റ് ജോലിയായിട്ടൊക്കെ കഴിയുക. ഈ സമയത്താണ് ഇവിടെ വന്ന് ചേരാനിടയായത് ഈ ആശ്രമത്തിൽ. അപ്പോഴിവിടെ ഒരു കൃഷഗാത്രനായ ഒരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് രാമഭദ്രാൻ സ്വാമിയെ കണ്ട മാത്രയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നിയത് ഈ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്. ഇവിടെ എന്ത് വരവ് നോക്കണം, അവരെ വിവേകം നോക്കണം. ഇതാണ് ഓരോരുത്തരുടെയും വ്യത്യാസങ്ങൾ. ഇവിടെ എങ്ങനെ വരവ്, ഈ സ്വാമി എങ്ങനെ കഴിയും? ആദ്യം അതാണ് നോക്കിയത്. അപ്പം നോക്കിയപ്പോൾ കാണാൻ വരവൊന്നുമില്ല വലുതായിട്ട്. ശിഷ്യന്മാർക്കുണ്ട്. ഇവരെങ്ങനെയാണ് ഒരു ഉത്സവം നടക്കുകയാണ്. ഉടനെ തന്നെ പറഞ്ഞു കേട്ടതാണ്, ഈ കഴക്കൂട്ടൊക്കെ വന്നിട്ട് ഒരു നീണ്ട, സ്വാമിക്ക് വലിയ ഇഷ്ടമാണ് പുകയില, ഇത്ര നീളമുള്ള പുകയില ഞെട്ട്, ഇത്ര നീളത്തിൽ ഒരു പുകയില ഞെട്ട് വാങ്ങി പൊതുകൊണ്ട് സ്വാമിയെ കൊടുത്ത് തീർക്കേണ്ട നമസ്കാരം ചെയ്യും. ആ ഫംഗ്ഷൻ കഴിയുന്നവരോടെ കഴിയുമ്പോൾ പോയി. ഇതിന് ചെലവില്ലേ ശ്രീനി? ഇതൊക്കെ നടത്തുന്നത് ചെലവില്ലേ? ഇതറിയുന്ന ഒരു വിവേകത്തോടുകൂടി ഒരു മനുഷ്യനും നിന്നില്ല എന്നുള്ളതാണ് സത്യം. ചിന്മാനെ സ്വാമിക്ക് തോന്നി ഈ മനുഷ്യൻ ഇവർ ജീവിക്കുന്ന ഭഗവാൻ ഉടനെ തന്നെ പാല് കൊണ്ടുവരാൻ തുടങ്ങി. സ്വാമിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളായി. അത് ഞങ്ങൾ 3 മക്കൾ, ഞാനും വിക്രമനും മുരളിയൊക്കെ സ്വാമിയുടെ സേവകരായി. ചെന്നിട്ട് അവിടെ നോക്കുന്ന എന്തെങ്കിലുമൊക്കെ തൂത്തുകൊടും, അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓടിക്കാൻ തുടങ്ങി. ഞങ്ങളിവിടെ ഞങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ ഇഷ്ടപ്പെടും. എന്തല്ല പരിചിരി കിഴങ്ങാണെങ്കിലും ഒരു കഷ്ണം കിട്ടിയാൽ പോലും അസാധ്യ രുചിയാണ്. സ്വാമിയുടെ കയ്യിൽ നിന്ന് കിട്ടിയാലേ. ഇങ്ങനെയാണ് കടാൽ പിടിച്ചത്. വിക്രമൻ സൈക്കിളിലാണ് വരുന്നത്. അന്നിവിടെ ഈ കണക്കുള്ള റോഡല്ല ശരി, കുണ്ടാമ്പുഴി പോലത്തെ റോഡുകളാണ്. ഇവൻ വണ്ടി ഓടിച്ചു വരുന്ന കണ്ട് ഹൃദയസ്തംഭനം വന്ന് എത്ര പേരുണ്ടെന്ന്. ഇവൻ വണ്ടി ഇറങ്ങി വരുന്നത് കണ്ട് ഒരാൾ ഹൃദയസ്തംഭനം വന്ന് അവിടെ വീഴും. ഓടി വന്ന് അച്ഛൻ്റെ പറഞ്ഞു, മോനെ ഈ സൈക്കിൾ കൊടുത്ത് വിടരുത്. ഇത്തരത്തിലൊക്കെയാണ്. വളരെ വികർസായിരുന്നു. അത് ചെറുതീർക്കാണ്. ഇത്തരക്കാരെയാണ് ആവശ്യം ആർക്ക്? ആശ്രമങ്ങൾക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്ന മനസ്സിലായ എന്താണ് പറഞ്ഞു തന്നതിന്റെ അടിസ്ഥാനം? അതെ, വിവേകത്തോടു കൂടി കാണുന്ന വിധം പറയായിരുന്നു. ചിന്മാനന്ദ സ്വാമികൾക്കുണ്ടായിരുന്ന ഒരു വലിയ ഒരു പ്രത്യേകതയാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ എന്താ, ഈ സ്വാമിയുടെ ആഹാര കാര്യങ്ങളോ അതിനുള്ള കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അമ്മ മാറി. വീട്ടിലെ കാര്യം പരിതാപത്തിൽ കരുത്തിലേക്ക് പോവുകയാണ്. അത്ര വലിയ ശമ്പളമൊന്നുമില്ല. 600 രൂപയുടെ ശമ്പളക്കാരനാണ്.
അതിന് പകുതി TA DA PA എന്നൊക്കെ പറഞ്ഞ സ്വാമി തന്നെ പറയും. അത് കഴിഞ്ഞുള്ള കുറച്ച് പൈസയാണ് 100 രൂപയൊക്കെ വേണ്ടത്. ഇത് വെച്ചുകൊണ്ട് റേഷൻ ഉണ്ടല്ലോ, റേഷൻ വാങ്ങിച്ച് പിള്ളേർക്കൊന്നും നമുക്കത് പട്ടിണിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം കൃത്യമായിട്ട് ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കിയത് ആശ്രമത്തെ. അത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അനുഷ്ഠാനം വാങ്ങി 3ന്റെ അന്ന് അനുഭവം മനസ്സിൽ വേണ്ട. ഒരാൾ ഒതുങ്ങുക എന്ന് പറഞ്ഞാൽ ആ ശുദ്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈശ്വരൻ തന്നെ ഇതിൽ സംഗതി അതിൻ്റെ പരിണിത ഫലങ്ങളെ കൊടുക്കും. ഇങ്ങനെയാണ് അദ്ദേഹത്തിന് ആ 3ന്റെ അന്നുള്ള അനുഭവത്തിന് ശേഷം പിന്നെ എങ്ങനെയായിരിക്കും ശ്രീനി ഈ ആശ്രമത്തോടുള്ള സ്വാമിയുടെ ബന്ധം? അഭേദ്യമായ ബന്ധമായി, പിരിക്കാനൊക്കാത്ത ബന്ധമായി. എന്നിട്ട് ഇവിടെ നിന്നു ഒരുപാട് വിമർശനങ്ങളൊക്കെ പോയി കേൾക്കേണ്ടി. അതെങ്കിൽ എപ്പോഴും എല്ലാത്തിലും ഉണ്ട്. റോസ ചെടിയിലുണ്ടാകുന്ന പൂ മനോഹരമാണ്, പക്ഷെ അത് മുള്ള് അതിൽ എടുക്കുന്നവർക്ക് മുള്ളു കൈക്കൊള്ളും. ഇതുപോലെ ഈ പ്രകൃതിയിലെ എല്ലാം ഉണ്ട്. അതെല്ലാം ഈശ്വരൻ തന്നെ ആസൂത്രണം ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. അതിനെയും കവച്ചു വെച്ച് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിൻ്റെ ഫലം ഉണ്ടാവൂ. അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം വരുന്ന ചില വിപരീതങ്ങളെ നമ്മൾ എങ്ങനെ നേരിടണം. ജ്ഞാനം കൊണ്ട് നേരിടണം. ജ്ഞാനം എന്തിനാണ്? വിവേകം. വിവേകം എന്ന് പറഞ്ഞാൽ ഇത് ഈശ്വരൻ്റെ ഒരു വൈഭവമാണ്, ഒരു മായാജാലമാണിത്. ഇതിൽ വാസ്തവത്തിലൊന്നും നടന്നില്ലെങ്കിലും മനസ്സ് എന്തൊക്കെയോ നടന്നതായിട്ട് ഭാവിച്ചു കൂട്ടി ദുഃഖിക്കുകയാണ്. മനസ്സ് ഭാവിച്ചു കൂട്ടി ദുഃഖിക്കുന്നതിന് ആരെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റുമോ? അതിന് കൊടുക്കേണ്ട വിവേകത്തെയാണ് ശ്രുതി പറഞ്ഞുകൊണ്ട് പോണത്. അങ്ങനെ മനസ്സിനെ ആ വൈകാരികതയിൽ നിന്ന് പിൻവലിച്ച് ശാന്തമാക്കി ഏകാഗ്രമാക്കി നിർത്തിയാൽ അത് ധ്യാനമായി. അതിന്റെ ഫലമാണ് ജ്ഞാനം. അത് ജ്ഞാനത്തെ പ്രസരിക്കും. ഈ രൂപത്തിലൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതിന് തൽക്കാലം ഓയ്യനേ എന്നുള്ള നിന്റെ അനന്ത ജന്മങ്ങളെ ഉപദേശിക്ക വെളിവந்த ഗുരുവേ പോറ്റി ഉയർവേ മുക്തി നൽകുന്നവിക്കോറുതവിനായേ ചെയ്യുമാറൊന്നും കാണേ തിരുവടി പോറ്റി പോറ്റി.